കഴിഞ്ഞ ക്ലാസ്സിൽ ആ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ കൊണ്ട് അവസാനിപ്പിച്ചത് ജോൺ വിക്ലിഫിന്റെ കാര്യങ്ങളാണ്. ജോൺ വിക്ലിഫിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞ് അദ്ദേഹത്തിന്റെ 5 വിധ ഉപദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഒന്ന്, അദ്ദേഹം ചെയ്ത ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. ദൈവത്തിന്റെ സഭയിൽ കടന്നു കൂടിയിരിക്കുന്ന അഴിമതികൾ, അതിനെതിരായിട്ട് അദ്ദേഹം ശബ്ദമുയർത്തി. 2, പാപ്പാധികാരവും പാപ്പായുടെ തെറ്റായ നിലപാടുകളും. ഇവ രണ്ടുമാണ് ഇന്ന് ദൈവസഭയ്ക്കകത്തുണ്ടായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കാരണം. 3, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പുരോഹിതനാണെങ്കിൽ വിശുദ്ധമായ ജീവിതവും സാധാരണമായ ജീവിതം നയിക്കുക. 4, പുരോഹിതന്മാരും ബിഷപ്പുമാരും രാഷ്ട്രീയത്തിലും ലൗകിക ജീവിതത്തിലും പ്രവേശിക്കുവാൻ പാടില്ല. അത് എല്ലാം പറഞ്ഞതാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. 5, പ്രാർത്ഥനയും പ്രസംഗവും ഒരുപോലെ പോകണം. പ്രാർത്ഥിക്കാതെ പ്രസംഗിക്കാൻ പാടില്ല. പ്രാർത്ഥിക്കുന്ന ഒരുവൻ നന്നായി പ്രസംഗിക്കണം. ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ 1834 നമ്മളുടെ ജോൺ വിക്ലിഫ് 1384 ഡിസംബർ മാസം 28-ാം തീയതി അത് പാരലിറ്റിക്കായി വീഴുവാനിടയായി. ഏറെ നാളുകൾ അദ്ദേഹം പാരലിറ്റിക്കായി കിടക്കിൽ തന്നെ ആയിരുന്നു. അങ്ങനെ 1428 അദ്ദേഹം പക്ഷവാത രോഗിയായിട്ട് അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ 42 വർഷത്തിന് ശേഷം പോപ്പ് ക്ലെമന്റ് എന്നറിയപ്പെടുന്നതായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന റിച്ചാർഡിനോട് കല്ലറയിൽ നിന്ന് തന്റെ അസ്ഥികൾ പുറത്തെടുക്കുവാനും അത് കത്തിച്ചു കളയുവാനുമായിട്ട് ആവശ്യപ്പെട്ടു. എല്ലാവരും കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിൽ പറഞ്ഞ എനിക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ. അത് കല്ലറയിൽ നിന്ന് പുറത്തെടുക്കാനായിട്ടും ആവശ്യപ്പെട്ടു. മാത്രമല്ല, കല്ലറയിൽ നിന്ന് പുറത്തെടുത്ത് തന്റെ അസ്ഥികൾ കത്തിച്ചു കളയുവാനുമായിട്ട് ഇടയായി തീർന്നു. ഇതാണ് ജോൺ വിക്ലിഫിനെ കുറിച്ച് നമുക്കറിയാവുന്ന ചരിത്രം. എന്നാൽ അദ്ദേഹം മരിച്ചു, അദ്ദേഹത്തിന്റെ അസ്ഥികൾ കത്തിച്ചു കളഞ്ഞു, അതെല്ലാം സംഭവിച്ചുവെങ്കിലും അദ്ദേഹം മണ്ണോട് മണ്ണ് മറഞ്ഞുപോയി. എന്നാലും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ, ജീവിതം ഒരു വലിയ വിപ്ലവം തന്നെ ലോകത്ത് ഉളവാക്കുവാനിടയായി. അനേകര് തന്റെ ഉപദേശങ്ങൾ കൈക്കൊണ്ട് അദ്ദേഹത്തെ പിന്തുടരുവാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ കൈക്കൊണ്ട് അദ്ദേഹത്തെ പിന്തുടർന്ന ഒരു വ്യക്തിയായിരുന്നു മാർട്ടിൻ ലൂഥർ. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഉപദേശം അനേകർ കൈക്കൊണ്ടതിനാൽ, അദ്ദേഹം ഒരു പ്രശസ്തനായ മനുഷ്യനായി തീർന്നതിനാൽ, അദ്ദേഹത്തിലൂടെ ധാരാളം നവീകരണ പ്രക്രിയകൾ നടന്നതിനാൽ ഇദ്ദേഹത്തെ നവീകരണത്തിന്റെ ഉദയനക്ഷത്രം അല്ലെങ്കിൽ ദ മോർണിംഗ് സ്റ്റാർ ഓഫ് റെഫോർമേഷൻ എന്ന് വിളിക്കുവാനിടയായി. അത്ര കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ദ മോർണിംഗ് സ്റ്റാർ ഓഫ് റെഫോർമേഷൻ. ആരാണ് ദ മോർണിംഗ് സ്റ്റാർ ഓഫ് റെഫോർമേഷൻ? ജോൺ വിക്ലിഫ്. ഓക്കെ. അപ്പം ലൊനാർഡ്സ് മൂവ്മെന്റ് അഥവാ വിക്ലിഫൈറ്റ്സ്, അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട്, അല്പം വിശദമായി തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇന്ന് നവീകരണത്തിന് മുമ്പുണ്ടായിരുന്ന മൂന്നാമത്തെ സംഘടനയിലേക്ക് നമ്മൾ വരികയാണ്. മൂന്നാം സംഘടന, അതിന്റെ പേരാണ് ബൊഹീമിയൻ മൂവ്മെന്റ്. ബൊഹീമിയൻ മൂവ്മെന്റ് കിട്ടിയില്ലയോ? ബൊഹീമിയൻ മൂവ്മെന്റ്.
ഇതിന്റെ സ്ഥാപകൻ ജോൺ ഹസ് ആണ്. കേട്ടിട്ടുണ്ടല്ലോ ജോൺ ഹസ്? ജോൺ ഹസ്. അപ്പൊ ബൊഹീമിയൻ സംഘടനയുടെ സ്ഥാപകന്റെ പേരാണ് ജോൺ ഹസ്. ജോൺ ഹസ് 1369 ബൊഹീമിയയിലെ ഒരു കൊച്ചു ഗ്രാമമായ ഹസനൈറ്റ്സിൽ ജോൺ ഹസ് ജനിച്ചു. ഹസനൈറ്റ്സ് ആക്ച്വലി അദ്ദേഹത്തിന്റെ പേര് ജോൺ എന്നേ ഉള്ളായിരുന്നു. അദ്ദേഹം ഹസനൈറ്റ്സിൽ ജനിച്ചതുകൊണ്ട് ആ സ്ഥലത്തിന്റെ പേരായിരിക്കുന്ന ഹസനൈറ്റ്സിന്റെ ഭാഗം കൂടി ചേർത്ത് ഹസ് എന്നോട് ചേർത്തു. അങ്ങനെയാണ് ജോൺ ഹസ് എന്ന പേരുണ്ടായത്. ഓക്കെ, അപ്പം ഒന്നുകൂടെ ഞാൻ പറയാം. ബൊഹീമിയൻ മൂവ്മെന്റ് സംഘടനയുടെ സ്ഥാപകനാണ് ആര്? ജോൺ ഹസ്. അദ്ദേഹം ജനിച്ചത് 1369. എവിടെയാ ജനിച്ചത്? ബൊഹീമിയയിലെ ഒരു കൊച്ചു ഗ്രാമമായ ഹസനൈറ്റ്സ്. എന്താ പട്ടണത്തിൽ ഗ്രാമത്തിൽ അദ്ദേഹം ജനിച്ചു. ഒരു സാധാരണ കുടുംബത്തിൽ സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കമുണ്ടായിരുന്ന ഒരു ഭവനത്തിൽ അദ്ദേഹം ജനിച്ചു. ഒരു സാധാരണ കുടുംബത്തിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ താൻ ജനിച്ചു. തന്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം ദാരിദ്ര്യം എന്ന് നന്നായി മനസ്സിലാക്കിയിരുന്നു. തന്റെ ചെറുപ്പകാലത്ത് ദാരിദ്ര്യം എന്തെന്ന് താൻ നന്നായിട്ട് മനസ്സിലാക്കി. ആ ദാരിദ്ര്യത്തിലൂടെയാണ് അദ്ദേഹം പഠിക്കുവാനിടയായത്. അങ്ങനെ താന് യൂണിവേഴ്സിറ്റിയിൽ ചേരുകയും പഠനത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചേരുകയും ചെയ്തു. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? അപ്പം അദ്ദേഹം ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. ദാരിദ്ര്യം എന്നത് തന്റെ ജീവിതത്തിൽ നന്നായിട്ട് അദ്ദേഹം അനുഭവിച്ചു, മനസ്സിലാക്കി. ആ ദാരിദ്ര്യത്തിന്റെ മൂർച്ഛന്യാവസ്ഥയിൽ താൻ പഠിക്കുവാൻ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ താൻ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. അവിടെ തന്റെ പഠനത്തിൽ താൻ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചേർന്നു. തുടർന്ന് 1402 അതായത് 33-ാമത്തെ വയസ്സിൽ താൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു പുരോഹിതനായിട്ട് നിയമിതനായി. യൂണിവേഴ്സിറ്റിയിലെ ഒരു പുരോഹിതനായിട്ട്, ചാപ്ലൈനായിട്ട് നിയമിതനായി. ഓക്കെ, 1402 ഓക്കെ. എത്രാമത്തെ വയസ്സിലാ? 33-ാമത്തെ വയസ്സിൽ അദ്ദേഹം ആരായി തീർന്നു? യൂണിവേഴ്സിറ്റിയിലെ ഒരു പുരോഹിതനായി താൻ നിയമിതനായി. പ്രസംഗത്തിൽ 1402 അതായത് 33-ാമത്തെ വയസ്സിൽ ഓക്കെ. പ്രസംഗത്തിൽ അദ്ദേഹം വളരെ നൈപുണ്യമുള്ളവനായിരുന്നു. വളരെ ചാതുര്യമേറിയ നിലയിൽ, വളരെ മനോഹരമായ രീതിയിൽ, ആരെയും മുട്ടുമടക്കുന്ന രീതിയിൽ താൻ പ്രസംഗിക്കുമായിരുന്നു.
അങ്ങനെ ഒരിക്കൽ അദ്ദേഹം യൂണിവേഴ്സിറ്റിയിലെ ചാപ്പലായ ബേദലഹേം ചാപ്പലിൽ അങ്ങനെ അദ്ദേഹം ഒരിക്കൽ എവിടെയാ? ബേദലഹേം ചാപ്പലിൽ ഒരു പ്രസംഗം നടത്തി. അതിൽ തന്റെ ഊന്നൽ കൊടുത്ത് പ്രസംഗിച്ചത് പുരോഹിതന്മാരുടെ അഴിമതിയും ജഡീക സ്വഭാവങ്ങൾക്കെതിരെയായി. അദ്ദേഹം പ്രസംഗിച്ച എന്താണ്? പുരോഹിതന്മാരുടെ അഴിമതിയും പിന്നെന്താ? ജഡീക സ്വഭാവങ്ങൾ. അറിയാമല്ലോ ജഡീക സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇന്ന് ജോൺ ഹസനെ പോലുള്ള ശുശ്രൂഷകന്മാർ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ശക്തമായി പ്രസംഗിക്കുവാൻ കഴിവുള്ള, അഴിമതിയില്ലാത്ത. ഒരു സെക്കൻഡ് കൊണ്ട് ഒതുക്കി കൈ കൊടുക്കും. അതെ, ആരെയാ? ജോൺ വിപിയാണോ? അഴിമതിക്ക്. അപ്പം നന്നായി അദ്ദേഹം പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞത്, ഇന്ന് പ്രസംഗിക്കുന്ന അഴിമതിയില്ലാത്ത, ജഡികന്മാരല്ലാത്ത സുവിശേഷകരെയാണ് ഇന്ന് ദൈവസഭയ്ക്ക് ആവശ്യം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തിരി കരുതി എറിയുമ്പോൾ അതിനെ കണ്ടിക്കാൻ ചെല്ലുമ്പോൾ അന്നത്തെ പുരോഹിതന്മാർക്ക് കണ്ടിക്കുവാൻ ധൈര്യമുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ പുരോഹിതന്മാർ കണ്ടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ എന്താ പറയും? പുരോഹിതൻ കൊണ്ട് മാറി നിൽക്കും, ഞാൻ താങ്കളെ അത് കണ്ടിക്കേണ്ടത് പറയും. പണ്ടൊരിക്കൽ സഭയില് പാസ്റ്റർ എഴുന്നേറ്റ് പറഞ്ഞു, സഹോദരനെ ഞാൻ മുടക്കിയിരിക്കുന്നു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഞാൻ പാസ്റ്റർ അതിനു മുമ്പ് മുടക്കിയതാണ്. ആ ഒരു അനുഭവമല്ല നമുക്കിന്ന് വേണ്ടത്. പ്രസംഗിക്കുന്നത് ഞാനും കേൾക്കുന്നത് നിങ്ങളും നമുക്ക് കുത്തുകൊള്ളണം, അല്ലെ? ആ ഒരു അനുഭവത്തിലേക്ക് വരണം. പക്ഷെ അതിന്നില്ല എന്നുള്ള പരാജയം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് മാറ്റം ഉണ്ടാകണം. പക്ഷെ അന്ന് ജോൺ ഹസൻ പ്രസംഗിച്ചപ്പോൾ എന്തിനെ കുറിച്ചാണ് പ്രസംഗിച്ചത്? സഭയിൽ ഉടലെടുത്തിരിക്കുന്ന അഴിമതികൾ, പുരോഹിതന്മാരുടെ ജഡിക സ്വഭാവങ്ങൾ വളരെ ശക്തമായിട്ട് ഞാൻ പ്രസംഗിച്ചു. എവിടെയാ പ്രസംഗിച്ചത്? യൂണിവേഴ്സിറ്റിയിലെ ബേദലഹേം ചാപ്പലിൽ പ്രസംഗിച്ചു. ആ പ്രസംഗം അനേകർക്ക് ചലനം സൃഷ്ടിക്കുവാനിടയായി. അനേകര് ആ പ്രസംഗം ഉൾക്കൊണ്ടുകൊണ്ട് ജോൺ ഹസനെ പിന്തുടരുവാൻ തീരുമാനിച്ചു. യേശുവിന്റെ അനുഗാമികളായി ജോൺ ഹസനെ പിന്തുടർന്ന് ആ കാലഘട്ടത്തിൽ വലിയ വ്യതിയാനങ്ങൾ വരുത്തുവാനായിട്ട് ശ്രമിച്ചു. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. ഈ ജോൺ ഹസനെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തിയായിരുന്നു വിശുദ്ധനായ അഗസ്റ്റിൻ. ജോൺ ഹസനെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തിയായിരുന്നു ആരെ? വിശുദ്ധനായ അഗസ്റ്റിൻ. എന്താ വിശുദ്ധനായ അഗസ്റ്റിന്റെ പ്രസംഗം? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം പഠിപ്പിച്ച 3 കാര്യങ്ങൾ. ഒന്ന്, സോളാ സ്ക്രിപ്ചറ. അറിയാൻ വയ്യാത്ത എഴുതി വെച്ചോണം. സോളാ സ്ക്രിപ്ചറ എന്ന് വെച്ചാൽ എന്താ? സോള എന്ന് പറഞ്ഞെന്താ? സോള എന്ന് പറഞ്ഞാൽ എലോൺ, മാത്രം. സ്ക്രിപ്ചറ എന്ന് പറഞ്ഞെന്താ? വചനം, തിരുവചനം, വേർഡ് ഓഫ് ഗോഡ്. അപ്പൊ സോള സ്ക്രിപ്ചറ എന്ന് പറഞ്ഞെന്താ? വചനം മാത്രം, തിരുവെഴുത്തുകൾ മാത്രം. നോ പാരമ്പര്യം. പാരമ്പര്യം ഒന്നും ഇവിടെ വിഷയമേ അല്ല.
അതൊന്നും ഇവിടെ കൊണ്ടുവരിക വേണ്ട. അപ്പോൾ അഗസ്തീൻ പ്രസംഗിച്ച ഒരു പ്രധാനപ്പെട്ട ഉപദേശം എന്താ? സോളാ സ്ക്രിപ്ചറ. അറിയാൻ പറ്റി എഴുതി വെച്ചോണേ. അഗസ്റ്റിന്റെ 3 ഉപദേശങ്ങൾ ഞാൻ പറയാൻ പോവാ. ഒന്ന് എന്താ? സോളാ സ്ക്രിപ്ചറ. സ്ക്രിപ്ചർ, SCRIPTUR, സ്ക്രിപ്ചറ. സ്ക്രിപ്ചറ, SCRIPTUR, സ്ക്രിപ്ചറ. ഓക്കെ, സോളാ സ്ക്രിപ്ചറ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ. 2, അദ്ദേഹം പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോളാ ഗ്രാത്തിയ. ഗ്രാത്തിയ, GRATIA, ഗ്രാത്തിയ. എന്തോ സോളാ ഗ്രാത്തിയ എന്ന് പറഞ്ഞ? ഗ്രാത്തിയ ഗ്രേസ്. സോളാ ഗ്രേസ്. എന്തോ ഗ്രേസ് എന്ന് പറഞ്ഞാൽ? കൃപ മാത്രം. കൃപ മാത്രം. സോളാ ഗ്രാത്തിയ. 3, സോളാ പിസ്റ്റിസിസ്. പിസ്റ്റിസിസ്, PISTIS. സോളാ പിസ്റ്റിസിസ്. എന്താ പിസ്റ്റിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫെയ്ത്ത്, വിശ്വാസം മാത്രം. അപ്പോൾ സെന്റ് അഗസ്റ്റിൻ പഠിപ്പിച്ച 3 പ്രധാനപ്പെട്ട ഉപദേശങ്ങളാണ്. എന്തൊക്കെയാ? ഒന്ന് സോളാ സ്ക്രിപ്ചറ. മറക്കല്ലേ? സോളാ സ്ക്രിപ്ചറ. അടുത്തത് സോളാ ഗ്രാത്തിയ. തെറ്റിച്ച് പറയരുത്. പിസ്റ്റിസിസ്, PISTIS. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പണ്ടൊരു പാസ്റ്റർ ഒരു സഭയിൽ പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ടോ അത്? അബ്രഹാമിനെ സാറ യജമാനെന്ന് വിളിച്ചു. പറഞ്ഞിട്ടുണ്ടോ കഥ? ഇല്ല, പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ സഭയിൽ പ്രസംഗിച്ചു. അബ്രഹാമിനെ സാറ എന്ത് വിളിച്ചു? യജമാൻ എന്ന് വിളിച്ചു. യജമാൻ എന്നുള്ളതിന് എബ്രായ ഭാഷയിൽ അഡോണായി എന്നാണ്. അതുകൊണ്ട് സഹോദരിമാരോടെല്ലാം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഇനി തൊട്ട് അഡോണായി എന്ന് വിളിക്കണം. എന്താ വിളിക്കണം? അഡോണായി. ആ സഭയിലെ ഒരു പാവപ്പെട്ട സഹോദരി ഉണ്ടായിരുന്നു, അന്നമ്മ സഹോദരി. അവരുടെ ഭർത്താവ് തമ്പി. ഇയാളൊരു കുടിയനാ. തമ്പി ഒരു കുടിയനാ. അതിൽ വിശ്വാസം വന്നിട്ടില്ല. അന്നമ്മ പ്രാർത്ഥനയ്ക്ക് പോകും. അങ്ങനെ അന്നത്തെ പ്രാർത്ഥനയിൽ പാസ്റ്റർ പ്രസംഗിച്ചു, നിങ്ങളുടെ ഭർത്താവിനെ എന്താ വിളിക്കണം? അഡോണായി. അപ്പം അവര് കാണാപ്പാടം പഠിച്ചു. അഡോണായി എന്ന് പഠിച്ചോണ്ട് പോയി. അപ്പോൾ അവർ മനസ്സിൽ ചിന്തിച്ചു, ഞാനിന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ എന്റെ തമ്പിച്ചായനെ ഞാൻ അഡോണായി എന്ന് വിളിക്കും. അഡോണായി എന്ന് വിളിക്കുമ്പോൾ തമ്പിച്ചായൻ ചോദിക്കും, എന്റെ വാടി അതിന്റെ അർത്ഥം? എന്ത് വാടി എന്നെ ചീത്ത വിളിക്കുകയാണോ? എന്തുവാ അതിന്റെ അർത്ഥം എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും, പാസ്റ്റർ പറഞ്ഞതുപോലെ വേദപുസ്തകത്തിൽ അബ്രഹാമിന് സാറ എന്താ വിളിച്ചു? അഡോണായി എന്ന് വിളിച്ചു. യജമാൻ എന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ തമ്പിച്ചാൻ എന്തെന്ന് വിളിക്കുക? യജമാൻ എന്ന് വിളിക്കുകയാണ് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവർ യാത്ര തുടർന്നു. വഴി നീളെ അവർ പറഞ്ഞോണ്ട് പോവുകയാണ്, അഡോണായി എന്ന് പറഞ്ഞോണ്ട് പോവാ. അങ്ങനെ പറഞ്ഞു പോകുന്ന വഴിക്ക് വെച്ച് ഈ പേരെ മറന്നുപോയി. അഡോണായി എന്നുള്ള പേരെ മറന്നുപോയി. എങ്ങനെയൊക്കെ ഓർത്തിട്ടും
ആ പേര് കിട്ടുന്നില്ല. അവരങ്ങോട്ട് ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ ഭർത്താവ് തമ്പിച്ചായൻ അല്പം വെള്ളമാണ്, മദ്യപിച്ചിട്ട് കിടക്കുകയാണ്, ഒരു ചെറിയ ഉറക്കമുണ്ട്. അവർ ചെന്നിട്ട് അച്ചായനെ വിളിച്ചു, തമ്പിച്ചായനെ പിടിച്ചു കുലുക്കി വിളിച്ചു. എന്താ വിളിച്ചതറിയാവോ? എടോ നായി. എന്താ വിളിച്ചത്? എടോ നായി. മനസ്സിലായോ? അടോണായി എന്നുള്ള പേരെങ്ങനെ പോയി? എടോ നായി ഉണ്ടായി. തമ്പിച്ചാൻ ചാടി എഴുന്നേറ്റു. നീ എന്നെ എന്താ വിളിച്ചു? പ്രാർത്ഥനയ്ക്ക് പോയിട്ടു വന്നപ്പോൾ എന്താ വിളിച്ചു? നായെന്ന് വിളിച്ചോ എന്ന് പറഞ്ഞ് നല്ല 2 പൊട്ടിയെ കൊടുത്തു എന്ന് പറഞ്ഞ പോലെ നമുക്ക് അറിയാൻ വയ്യാതെ പറഞ്ഞാൽ മതി. ആവശ്യമില്ലാതെ തെറ്റായ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഈ അഗസ്റ്റിൻ പഠിപ്പിച്ച 3 പദങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് സോള, പറഞ്ഞേ, സ്ക്രിപ്ചറ. രണ്ടാമത് എന്താ? സോള, ഗ്രാത്തിയ. മൂന്നാമത് എന്താ? ഗ്രാത്തിയ. മൂന്നാമത് എന്താ? സോള പിസ്റ്റിസിസ്. ഈ 3 പദങ്ങൾ വളരെ ശക്തമായിട്ട് അദ്ദേഹം പഠിപ്പിക്കുവാനിടയായി തീർന്നു. ഈ വിഷയങ്ങൾ പഠിപ്പിച്ചത് അനേകരിൽ സ്വാധീനങ്ങൾ ചെലുത്തുവാനിടയായി തീർന്നു. അനേകര് അദ്ദേഹത്തിന്റെ പഠിപ്പിക്കൽ കേട്ടിട്ട് അഗസ്റ്റിനെ പിന്തുടരുവാൻ തീരുമാനിച്ചു. അതുപോലെ ജോൺ ഹസും അഗസ്റ്റിനെ പിന്തുടരുവാൻ തീരുമാനിച്ചു. കൃപയാലുള്ള രക്ഷ, വിശ്വാസത്താലുള്ള രക്ഷ, സാൽവേഷൻ ബൈ ഫെയ്ത്ത്, കൃപയാലുള്ള രക്ഷ അഗസ്റ്റിന്റെ പഠിപ്പിക്കൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. സാൽവേഷൻ ബൈ ഗ്രേസ്. അത് ജോൺ ഹസിനെ സ്വാധീനിക്കുവാനിടയായി തീർന്നു. ചുരുക്കി പറഞ്ഞാൽ അഗസ്റ്റിന്റെ ഉപദേശങ്ങൾ പഠിക്കുകയും നവീകരണത്തിന് പ്രേരകമായ ഗ്രന്ഥങ്ങൾ വായിക്കുകയും ചെയ്തത്, നവീകരണത്തിന് പ്രേരകമായ ഗ്രന്ഥങ്ങൾ വായിക്കുകയും ചെയ്തത് ജോൺ ഹസിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാനിടയായി. ഒന്നുകൂടെ പറയാം. അഗസ്റ്റിന്റെ ഉപദേശങ്ങൾ പഠിക്കുകയും പിന്നെന്താ, നവീകരണത്തിന് പ്രചോദനം നൽകുന്ന പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്തത് ജോൺ ഹസിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉളവാക്കുവാനിടയായി. കൂടാതെ ജോൺ ഹസ് ദൈവവചന വായനയിൽ സമയം ചിലവഴിച്ചു. ജോൺ ഹസ് എന്തിൽ വായന ചിലവഴിച്ചു? ദൈവവചന വായനയ്ക്കായിട്ട് കൂടുതൽ സമയം ചിലവഴിച്ചു. എന്താ അതിന്റെ കാരണം? എന്താ അത് പറയാൻ കാര്യം? എന്താ? ആ കാലഘട്ടത്തിൽ ദൈവവചനം വായിക്കുവാൻ, അത് കേൾക്കുവാൻ അധികാരം പുരോഹിതന്മാർക്ക് മാത്രമേ ഉണ്ടായിരുന്നു. സാധാരണക്കാരായ ജനങ്ങൾക്ക് ദൈവവചനം വായിക്കുവാനോ അത് ശ്രദ്ധിക്കുവാനോ ഒന്നിനും അനുവാദമില്ലായിരുന്നു. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പുരോഹിതന്മാർ പ്രസംഗിക്കുന്നത്, പുൽപ്പറ്റിൽ നിന്ന് പ്രസംഗിക്കുന്നത് കേട്ടിട്ട് വീട്ടിൽ പൊയ്ക്കോണം. വേറെ ദിവസം തൊടുവാൻ അവർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? മധ്യകാലഘട്ടത്തിന്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് നമ്മള് എന്തുമാത്രം ബൈബിൾ സ്കൂളുകളാണ്, എന്തുമാത്രം ഓൺലൈൻ ബൈബിൾ സ്കൂളുകള്, അല്ലാത്ത ബൈബിൾ സ്കൂളുകള്, ജനങ്ങൾക്ക് വായിക്കുവാനുള്ള അനുവസരം. പെന്തക്കോസ്തുകാരുടെ ഏത് യോഗത്തിൽ ചെന്നാലും 2, 3, 4 പ്രസംഗങ്ങൾ, അല്ലേ? പക്ഷേ മധ്യകാലഘട്ടത്തിൽ ദൈവവചനം വായിക്കുവാനോ അത് ശ്രദ്ധിക്കുവാനോ ഒന്നിനും അനുവാദം ഉണ്ടായിരുന്നില്ല. ആകെ അവർക്കുണ്ടായിരുന്ന അനുവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? പുരോഹിതന്മാർ പുൽപ്പിറ്റിൽ നിന്ന് പ്രസംഗിക്കുന്നത് കേട്ടോണം, അത് കേട്ടിട്ട് പൊയ്ക്കോണം. എന്നാലൊരിക്കൽ ഞാൻ പറഞ്ഞതുപോലെ
വന്നോണം, നിന്നോണം, കണ്ടോണം, കൊണ്ടോണം, പൊയ്ക്കോണം. ഇതിൽ കൂടുതൽ അനുവാദം അവർക്കുണ്ടായിരുന്നില്ല. മനസ്സിലായോ? വന്നോണം, നിന്നോണം, കണ്ടോണം, കൊണ്ടോണം, പൊയ്ക്കോണം. ഇതിൽ കൂടുതൽ അനുവാദമൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ ജോൺ ഹസ് ദൈവവചനം വായിക്കുവാൻ തുടങ്ങി, അത് ജനങ്ങളിൽ എത്തിക്കുവാൻ തുടങ്ങി. അദ്ദേഹം വളരെ ശക്തമായി പറഞ്ഞു, ഇന്ന് ദൈവത്തിന്റെ സഭയിൽ കാണുന്ന എല്ലാ അഴിമതികളും, ദൈവത്തിന്റെ സഭയിൽ കാണുന്ന എല്ലാ അഴിമതികളും ജഡീയ സ്വഭാവങ്ങളും ക്രിസ്തുവിന്റെ മറവിൽ, ക്രിസ്തുവിന്റെ മറവിൽ ദൈവസഭയിൽ പൈശാചിക പ്രവർത്തനത്തിന്റെ ആരംഭം കുറിച്ചു എന്ന് പറഞ്ഞു. ഓ, എത്ര ശക്തമായ വാക്കുകളാണ്! അദ്ദേഹം പറഞ്ഞു, ദൈവവചനം വായിച്ച് അദ്ദേഹം പറഞ്ഞു, ഇന്ന് സഭയിൽ കാണുന്ന എല്ലാ അഴിമതികളും, പിന്നെന്താ, ജഡീയ സ്വഭാവങ്ങളും എങ്ങനെയാ പ്രവേശിച്ചത്? എതിർ ക്രിസ്തുവിന്റെ പ്രവർത്തനത്താൽ. എതിർ ക്രിസ്തു എന്ന് പറഞ്ഞാലാ? ആരാ എതിർ ക്രിസ്തു? പിശാചിന്റെ പ്രവർത്തനത്താൽ സഭയിലേക്ക് കടന്നുകൂടിയതായ പൈശാചിക കാര്യങ്ങളാണെന്ന് അദ്ദേഹം പ്രസംഗിക്കുവാനായി. നമുക്കാർക്കെങ്കിലും അങ്ങനെ പ്രസംഗിക്കാൻ ഒക്കുവോ? നമ്മളാരും പ്രസംഗിക്കത്തില്ല. അപ്പോൾ ഇപ്രകാരമുള്ള തന്റെ പ്രസംഗം ജോൺ വിക്ലിഫിന്റെ ഉപദേശങ്ങൾ, ഇപ്രകാരമുള്ള തന്റെ പ്രസംഗങ്ങളും പിന്നെന്താ ജോൺ വിക്ലിഫിന്റെ ഉപദേശങ്ങളും ഒരു വലിയ മാറ്റം കത്തോലിക്ക സഭയിലേക്ക് കൊണ്ടെത്തിച്ചു. ഇപ്രകാരമുള്ള തന്റെ പ്രസംഗങ്ങളും പിന്നെന്താ ജോൺ വിക്ലിഫിന്റെ ഉപദേശങ്ങളും കത്തോലിക്ക സഭയിൽ എന്താ സംഭവിപ്പിച്ചു? ഒരു വലിയ മാറ്റം ഉടലെടുക്കുവാനിടയായി തീർന്നു. ഇങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ നവീകരണം പൊട്ടിപ്പുറപ്പെടുവാനിടയായത്. ഇങ്ങനെയാണ് ആ കാലയളവിൽ എന്താ കത്തോലിക്ക സഭയിൽ ഒരു വലിയ നവീകരണം പൊട്ടിപ്പുറപ്പെടുവാൻ ഇടയായത്. കൂടാതെ മറ്റൊരു സംഭവം കൂടെ ഉണ്ട്. ആ കാലഘട്ടത്തിൽ കിട്ടുന്നുണ്ടല്ലോ, ആ കാലഘട്ടത്തിൽ ചെക്കോസ്ലോവാക്യക്കാരായിരിക്കും ജനങ്ങൾ. ചെക്കോസ്ലോവാക്യ എന്ന് കേട്ടിട്ടുണ്ടോ? ചെക്കോസ്ലോവാക്യ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ചെക്കോസ്ലോവാക്യക്കാരായ ജനങ്ങൾ അവർ രാഷ്ട്രത്തോട് വളരെ സ്നേഹം പ്രകടിപ്പിച്ചു. അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്തായി തീർന്നു? രാഷ്ട്രസ്നേഹം ഉടലെടുത്തു. ഈ രാഷ്ട്രസ്നേഹ നിമിത്തം അവർ സ്വാതന്ത്ര്യത്തിനായിട്ട് ശബ്ദമുയർത്തി. ആ കാലഘട്ടത്തിൽ ചെക്കോസ്ലോവാക്യ ജർമ്മൻ അധികാരികളുടെ കീഴിലായി. അപ്പോൾ ചെക്കോസ്ലോവാക്യയില് രാഷ്ട്ര സ്നേഹത്തിന്റെ അനന്തരഫലമായിട്ട് അവര് സ്വാതന്ത്ര്യത്തിനായിട്ട് നിലവിളിച്ചു. ഈ ചെക്കോസ്ലോവാക്യക്കാരുടെ രാഷ്ട്ര സ്നേഹത്തിന്റെ അനന്തരഫലമായിട്ടുള്ള മുറവിളി, നിലവിളി ജർമ്മൻകാരെ അസ്വസ്ഥരാക്കുകയും അവര് ചെക്കോസ്ലോവാക്യക്കാരെ അടിച്ചമർത്തുവാൻ പരിശ്രമിക്കുകയും ചെയ്തു. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ രണ്ടാമത്തെ സംഭവം പറയുന്നത്, ഒന്നാമത്തെ എന്തായിരുന്നു? ജോൺ വിക്ലിഫ് ദൈവവചനം വായിക്കുകയും
അത് പഠിക്കുകയും അത് നിമിത്തമായിട്ട് ഉണർവ് അല്ലെങ്കിൽ നവീകരണം കത്തോലിക്ക സഭയിലുണ്ടായി. സാറേ ജോൺ ഏ? ഹസ് അല്ലേ? ജോൺ അതെ. ഹസ് അല്ലേ? അതെ അതെ, ജോൺ ഹസ്. ആറ് പറഞ്ഞോ. ജോൺ വിക്ലിഫ് എന്നാ പറഞ്ഞത്, അതുകൊണ്ട് ചോദിച്ച. അത് ഞാൻ പറഞ്ഞത് ശരിയാ. ജോൺ ഹസിന്റെ ദൈവവചന പഠനവും ദൈവവചന ശുശ്രൂഷകളും എല്ലാം ആരെ സ്വാധീനിച്ചു? കത്തോലിക്ക സഭയിൽ വലിയ ഉണർവുണ്ടാക്കി. അതിനോട് ചേർന്ന് ജോൺ വിക്ലിഫിന്റെ ഉപദേശങ്ങളും, മനസ്സിലായോ? ജോൺ വിക്ലിഫിന്റെ ഉപദേശങ്ങളും ജോൺ ഹസിൽ മാനസാന്തരം ഉണ്ടാക്കി, അല്ലെങ്കിൽ വലിയ ചലനം സൃഷ്ടിച്ചു. അതാണ് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയോ സിസ്റ്റേ? മനസ്സിലായോ? രണ്ടാമത്തെ ഒന്നുകൂടെ പറയാമോ? ഒന്നാമത്തെ മനസ്സിലായോ? ജോൺ ഹസ് ദൈവം വായിക്കുവാനും പഠിക്കുവാനും ആരംഭിച്ചു. അത് താൻ പറയാൻ തുടങ്ങി. മാത്രമല്ല ജോൺ വിക്ലിഫിന്റെ ഉപദേശങ്ങൾ താൻ പറയാൻ തുടങ്ങി. അത് എന്തോ സംഭവിച്ചു? കത്തോലിക്ക സഭയിലെ ജനങ്ങളിൽ വലിയ മാറ്റം ഉളവാക്കി. അതാണ് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം പറയുന്നത്, ആ കാലയളവിൽ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് ചെക്കോസ്ലോവാക്യ. ചെക്കോസ്ലോവാക്യര് എന്ത് പറഞ്ഞു? ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഞങ്ങള് ജർമ്മന്റെ അധീനത്വത്തിൽ കിടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, ജർമ്മൻ ജനതയിൽ ഞങ്ങൾക്ക് വിടുതൽ വേണം എന്ന് പറഞ്ഞ് അവര് വിപ്ലവം ഉണ്ടാക്കി, സമരം ഉണ്ടാക്കി. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത്? ജർമ്മൻ ജനത അല്ലെങ്കിൽ ജർമ്മൻ ഗവൺമെന്റ് ഇതിനെ അടിച്ചമർത്തുവാൻ ശ്രമിച്ചു. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയി സാറേ, ക്ലിയർ ആയി. ഓക്കെ. ജർമ്മൻ ജനത ഇതിനെ അടിച്ചമർത്താൻ ശ്രമിച്ചു. ഈ സമയത്ത് നമ്മുടെ ജോൺ ഹസ് മുൻപോട്ട് വരികയും ചെക്കോസ്ലോവാക്യക്കാർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. കൂടാതെ ജോൺ ഹസ് പറഞ്ഞു, നിങ്ങൾ വിശുദ്ധ വേദപുസ്തകം വായിക്കണം, ജോൺ വിക്ലിഫിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കണം, അല്ലെങ്കിൽ ജോൺ വിക്ലിഫിന്റെ ഗ്രന്ഥങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ വേദപുസ്തകം വായിക്കണം, പിന്നെ വേണം ജോൺ വിക്ലിഫിന്റെ ഗ്രന്ഥങ്ങൾ പഠിക്കുകയും ചെയ്യണം. ഇത് കേട്ടപ്പോൾ ജർമ്മൻ ജനതയും കത്തോലിക്ക സഭയും ഇതിനെ രണ്ടിനെയും തീക്ക് അഗ്നിക്കിരയാക്കുവാൻ ശ്രമിച്ചു. കേട്ടോ, കത്തോലിക്ക എന്തോ ചെയ്തു? വിശുദ്ധ വേദപുസ്തകത്തെ കത്തിച്ചു കളയാൻ തീരുമാനിച്ചു. പിന്നെ എന്തിനെ കത്തിച്ചു കളയാൻ തീരുമാനിച്ചു? ജോൺ വിക്ലിഫിന്റെ ഗ്രന്ഥങ്ങളെയും നശിപ്പിച്ചു കളയുവാനായിട്ട് തീരുമാനിച്ചു. അത് മാത്രമല്ല, ജോൺ വിക്ലിഫിന് മേലാൽ ജർമ്മനിയിൽ പ്രസംഗിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം കത്തോലിക്ക സഭ പറഞ്ഞു. ജോൺ ഹസ് ഇനി മേലാൽ എവിടെ പ്രസംഗിക്കരുത്? ജർമ്മനിയിൽ പ്രസംഗിക്കരുത് പറയുവാൻ ഇടയായി തോന്നുന്നു. ഓ, ജോൺ ഹസ് ഇനി മേലാൽ എവിടെ പ്രസംഗിക്കരുത്? ജർമ്മനിയിൽ, അല്ലെങ്കിൽ കത്തോലിക്കരോട് പ്രസംഗിക്കരുതെന്ന്. ജോൺ വിക്ലഫ് ആണോ സാറേ? ജോൺ വിക്ലഫ് ആണോ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞു? അല്ലല്ല, ജോൺ വിക്ലഫിനോടാണോ പറഞ്ഞത്? ജോൺ ഹസിനോടാ പറഞ്ഞത്. ഓക്കെ. ജോൺ വിക്ലിഫിന്റെ ഉപദേശങ്ങൾ പ്രസംഗിക്കാൻ തുടങ്ങി, വേദപുസ്തകം പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ ജനങ്ങൾ ഇത് കേട്ട് ജോൺ ഹസിനെ പിന്തുടരുവാൻ തുടങ്ങി. മനസ്സിലായോ? അപ്പോഴാണ് കത്തോലിക്ക സഭ പറഞ്ഞത്, ഇനി ജോൺ ഹസ് എവിടെ പ്രസംഗിക്കരുത്? ജർമ്മനിയിൽ പ്രസംഗിക്കരുത്. ജർമ്മനിയിൽ
മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഉണ്ട് സാറേ, ഉണ്ട്, മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയോ? ഇല്ലല്ലോ. ഇല്ല. ഇല്ല. അപ്പൊ ജോൺ ഹസിനി പ്രസംഗിക്കരുത്. എവിടെ പ്രസംഗിക്കരുത്? ജർമ്മനി. പ്രസംഗിക്കരുത്. പിന്നെ എവിടെ പ്രസംഗിക്കരുത്? കത്തോലിക്കരോടും പ്രസംഗിക്കരുത്. വളരെ ശക്തമായിട്ട് പറയുവാണ് ഞാൻ. അപ്പൊ ജോൺ ഹസ് പറഞ്ഞു, ഓണാ അതിന്റെ കാര്യം പോയി നോക്കാം. എന്റെ ജീവൻ നിലനിൽക്കുന്നവരെയും അവസാന ശ്വാസം വരെയും ഞാൻ പ്രസംഗിക്കും. ഓ, ശക്തമായ കാര്യം അല്ലേ? നിങ്ങളുടെ കാര്യം നോക്കിക്കോ. എന്നെ ആർക്കും പിടിച്ചു കൊടുക്കാനായിട്ട് ഒക്കെയില്ല. ഞാൻ എന്ത് ചെയ്യും? എത്ര നിങ്ങൾ അടിച്ചു അതിനേക്കാൾ ശക്തമായിട്ട് ഞാൻ എന്ത് ചെയ്യും? പ്രസംഗിക്കും എന്ന് അദ്ദേഹം പറയുവാനിടയായി. അദ്ദേഹം ആരാ? അദ്ദേഹം പറഞ്ഞുകൊണ്ട് ആരെയാ ഉദ്ദേശിക്കുന്നത്? ജോൺ ഹസിനെ. ജോൺ ഹസ് വളരെ ശക്തമായിട്ട് സഭയുടെ അഴിമതിക്കെതിരായ ശബ്ദം ഉയർത്തി. ഈ അഴിമതി എന്ന് പറയുമ്പോൾ എന്തോ അഴിമതി? കത്തോലിക്ക സഭയുടെ അഴിമതി എന്താ? വചനത്തിന് വിരോധമായ പ്രവർത്തനം. അതെന്തുവാ? നിങ്ങളെ കൂടി വിഷമിപ്പിക്കുന്നില്ല. ഞാന് അധികം താമസിക്കാതെ കത്തോലിക്ക സഭയുടെ ചില അഴിമതികളെ കുറിച്ച് ഒരു നല്ല വിശദീകരണം തരാം. നിങ്ങൾക്ക് പഠിക്കത്തക്ക വിധത്തിൽ. അതിപ്പോൾ അങ്ങനെ നിൽക്കട്ടെ. അപ്പൊ അഴിമതി, കത്തോലിക്ക സഭയുടെ അഴിമതികൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതായിരുന്നു കത്തോലിക്ക സഭ എന്ന് നിങ്ങൾ ചിന്തിക്കും. അഴിമതിയുടെ കേദാര ബിന്ദുവായിരുന്നു കത്തോലിക്ക സഭ. ജഡിക സ്വഭാവത്തിന്റെ മൂർച്ഛന്യാവസ്ഥയിലായിരുന്നു കത്തോലിക്ക സഭ പോയിക്കൊണ്ടിരുന്നത്. എന്തിനേറെ പറയാം, പിന്നീട് ഞാൻ പറയാം. വളരെ ശക്തമായിട്ട് ആ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഓക്കെ. അപ്പോൾ സഭയ്ക്കിടെ അഴിമതികൾക്കെതിരായിട്ട് ജോൺ ഹസ് പ്രസംഗിക്കുവാൻ തുടങ്ങി. അന്നത്തെ ഏറ്റവും വലിയൊരു അഴിമതിയായിരുന്നു പാപമോചന ചീട്ട്. കണ്ടോ അത്? പാപമോചന ചീട്ട്. പാപമോചന ചീട്ട് അഥവാ ഇൻഡൽജൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇൻഡൽജൻസ്, INDULGENC. പാപമോചന ചീട്ട്. സാറേ ഇംഗ്ലീഷ് വേർഡ് ഒന്നുകൂടെ പറഞ്ഞു സാറേ. ജൻസ്, INDULGENCE. ഇന്റലിജൻസ്. ഓക്കെ. പാപമോചന ചീട്ട് അഥവാ ഇന്റലിജൻസ്, അതിനെ കുറിച്ച് ഞാൻ പറയാം. ദൈവം അനുവദിച്ചാൽ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയാം. പാപമോചന ചീട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബസ് ഫുർഖാന എന്ന് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ബസ് ഫുർഖാന കേട്ടിട്ടുണ്ട്. ബസ് ഫുർഖാന അതായത് ശുചീകരണ സ്ഥലം. ഇപ്പോഴും കത്തോലിക്കൽ വിശ്വസിക്കുന്ന കാര്യമാണ് ശുചീകരണ സ്ഥലം. അതായത് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഉടനടി എവിടെ പോകത്തില്ല? സ്വർഗത്തിലും പോകത്തില്ല, നരകത്തിലും പോകത്തില്ല. ഇത് രണ്ടിന്റെ ഇടയിൽ ഒരു സ്ഥലമുണ്ട്, ശുചീകരണ സ്ഥലം. അതിനെ വിളിക്കുന്ന പേരാണ് പർഗറ്ററി. എന്താ? പർഗറ്ററി. തെറ്റിച്ചൊന്നും പറയല്ലേ? ദൈവത്തെ ഓർത്ത് സജിസാർ പറഞ്ഞത് തെറ്റിച്ചൊന്നും പറഞ്ഞേക്കല്ലേ? പർഗറ്ററി. അപ്പം ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോകത്തില്ല? ഇമ്മീഡിയറ്റ് ആയിട്ട് സ്വർഗത്തിലോട്ട് പോകത്തില്ല. എവിടോട്ട് പോകത്തില്ല? നരകത്തിലോട്ട് പോകത്തില്ല. പിന്നെ എവിടെ പോകും? ശുചീകരണ സ്ഥലം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ കിടക്കും. അവിടെ കിടക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞു, ഒടുവിലത്തെ കാശ് കൊടുക്കുമ്പോൾ നീ അവിടെ ആയിരിക്കും. ഓർക്കുന്നില്ല കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നില്ലേ കാര്യം? ഒടുക്കലത്തെ കാശ് കൊടുക്കുന്നവരെ നീ അവിടെ ആയിരിക്കും. ആ വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് അവർ പഠിപ്പിച്ചു, ഒരു വ്യക്തിയുടെ ആത്മാവ് സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ സഭ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. അവന്റെ പാപങ്ങൾ മുഴുവൻ മോചിക്കപ്പെടുവാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ?
മനസ്സിലായോ? മനസ്സിലായി സാറേ. ക്ലിയർ ആണല്ലോ. അപ്പൊ സഭ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവന്റെ പാപത്തെ പുരോഹിതൻ വിലയിരുത്തും. വിലയിരുത്തിയിട്ട് പറയും ഇവൻ 5 കുർബാനകൾ നടത്തും. 1-ാം കുർബാന, 2-ാം കുർബാന, 3-മേൽ കുർബാന, 4-മേൽ കുർബാന, 5-മേൽ കുർബാന. കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെ? കേട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള കുർബാനകൾ നടത്തണം. അപ്പൊ ഒരു കുർബാനയ്ക്ക് ചിലപ്പം 2 ലക്ഷം രൂപയായിരിക്കും സഭ നിർദ്ദേശിക്കുന്നത്. ആ കുർബാന നടത്തി പുരോഹിതന്മാർക്കെല്ലാം കൊടുത്ത് കുഴിമാടം വെഞ്ചരിച്ച് മെഴുകുതിരി കത്തിച്ച് കുന്തിരിക്ക പുകച്ച് അതെല്ലാം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കിന് എത്ര രൂപ ചിലവാകും? ജനങ്ങൾക്കെല്ലാം ആഹാരമൊക്കെ കൊടുത്ത് എത്ര രൂപയാകും? പള്ളിക്കും കൊടുത്ത് എത്ര ആകും? 2 ലക്ഷം രൂപ ആകും, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ. അങ്ങനെ 5 എണ്ണം ചെയ്യുമ്പോൾ എത്ര ലക്ഷം രൂപയായി? 10 ലക്ഷം രൂപ. അപ്പൊ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകാൻ എത്ര ലക്ഷം രൂപ വേണം? 10 ലക്ഷം. 10 ലക്ഷം. ആ 10 ലക്ഷം രൂപ കൊടുക്കുന്നില്ലയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാവ് എവിടെ കിടക്കും? ശുചീകരണത്തിലേക്ക് സ്വർഗത്തിൽ കിടക്കും. അവിടെ നിന്ന് രക്ഷപ്പെടണോ? സ്വർഗത്തിലേക്ക് പോകണോ? ഈ 10 ലക്ഷം രൂപ കൊടുത്ത് ആത്മാവിനെ എവിടെ ഉയർത്തി വിടണം? ശുചീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് കയറ്റി വിടണം. ഇതാണ് കത്തോലിക്കർ പഠിപ്പിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അപ്പൻ മരിച്ചു. അദ്ദേഹം ഇങ്ങനെ ശുചീകരണ സ്ഥലത്ത് കിടക്കുക. എന്നോട് പുരോഹിതൻ പറഞ്ഞു, പുരോഹിതൻ പറഞ്ഞു, ഞാൻ കത്തോലിക്കനാണ്. ആ കത്തോലിക്കലെ പുരോഹിതൻ പറഞ്ഞു, സജി താങ്കളുടെ അപ്പൻ സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ 5 കുർബാനകൾ നടത്തണം, 10 ലക്ഷം രൂപ ചിലവാകും. ഞാൻ പറഞ്ഞു ആട്ടച്ചോ നടത്ത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇല്ലാത്ത പൈസ കടം മേടിച്ചോണ്ട് കുർബാന നടത്താൻ തീരുമാനിച്ചു. ആദ്യത്തെ ഒരു കുർബാന നടത്തി 2 ലക്ഷം രൂപ ചിലവായി. 2ാമത്തെ കുർബാന നടത്തി 2 ലക്ഷം കൂടെ ചിലവായി, 4 ആയി. 3ാമത്തെ കുർബാന നടത്തി 6 ലക്ഷം രൂപയായി. പിന്നീട് എന്റെ പൈസ ഇല്ല. ഞാൻ ഒരാളോട് കടം ചോദിച്ചു 4 ലക്ഷം രൂപ തന്നേന്ന്. ആ സമയമായപ്പോ എനിക്ക് തന്നില്ല. എനിക്ക് കുർബാന നടത്താൻ എന്നെ കൊണ്ട് ഒക്കുന്നുമില്ല. അപ്പോൾ എന്താ പറ്റി? എന്റെ അപ്പൻ ശുചീകരണ സ്ഥലത്ത് നിന്ന് കുറച്ചേറെ പൊങ്ങി സ്വർഗത്തിന്റെ 3/4 പങ്കോളം ഉയർന്നു വന്നു. പിന്നെ 2 കുർബാനകൾ നടത്തിയെങ്കിൽ ഞാൻ എവിടെ പോകുന്നു? എന്റെ അപ്പൻ എവിടെ പോകുന്നുള്ളൂ? സ്വർഗത്തിലേക്ക് പോകുന്നുള്ളൂ. ഇപ്പൊ എന്റെ അപ്പൻ എവിടെ നിൽക്കുക? സ്വർഗത്തിലും അല്ല നരകത്തിലും അല്ലാതെ നിൽക്കുക. എനിക്കൊന്നും ചെയ്യാൻ ഒക്കുന്നില്ല, പൈസ ഇല്ല. അപ്പൊ എന്റെ അപ്പം പറയുക, എടാ നീ ഈ പണി എന്നോട് കാണിച്ചു, നീ എന്നെ നരകത്തിൽ വിട്ടാ പോരായിരുന്നു എന്ന് പറയുന്നതിന് അനുഭവം ഉണ്ടാവും. ഞാനൊരു ഉദാഹരണമായിട്ട് തമാശ രൂപത്തിൽ പറഞ്ഞതേ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം കത്തോലിക്കൽ അങ്ങനെ പഠിപ്പിച്ചിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നത്. ശുചീകരണ സ്ഥലം മരിച്ചു കഴിഞ്ഞാൽ എവിടേക്ക് പോവാ? സ്വർഗത്തിൽ പോകത്തില്ല, നരകത്തിൽ. അങ്ങനെ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ടോ? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. എന്റെ കൈവശം യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അതിന്റെ കോപ്പികൾ തീർന്നു. ഇനി ഏതാണ്ട് 8-10 കോപ്പികളെ എന്റെ വെച്ചുള്ളൂ. അത് വളരെ നല്ലൊരു പുസ്തകമാണ്. അതിനകത്തില് വളരെ നല്ല രീതിയിൽ ശുചീകരണ സ്ഥലത്തെക്കുറിച്ച് എന്താണ്, ഇതെങ്ങനെയാണ് ഉടലെടുത്തത് എന്നിത്യാദി കാര്യങ്ങൾ വളരെ വ്യക്തമായി വിശദീകരിക്കുന്ന ഒരു 7-8 പേജ് നോട്ട്സുകളുണ്ട്. ആ പുസ്തകം നിങ്ങൾക്ക് ഇപ്പൊ ഈ കോപ്പികളിൽ തീർന്നു. ആ കോപ്പികളെല്ലാം തീർന്നു. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതകൾ അത് വായിക്കേണ്ട, പഠിക്കേണ്ട ഒരു പുസ്തകമാണ്. ഞാൻ എഴുതിയതുകൊണ്ട് അത് വായിക്കണമെന്നല്ല പറയുന്നത്. നമ്മുടെ പല വിശ്വാസികൾക്കും പല ദൈവമൊക്കെ ശുശ്രൂഷമാർക്ക് ഇതൊന്നും അറിയത്തില്ല. ആകെ അറിയാവുന്നത് അബ്രഹാമിന്റെ യാഗം, ഇസ്ഹാക്കിനെ കരുത്ത് കണ്ടിച്ചു, ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഗോലിയാത്തും ദാവീദുമായിട്ടുള്ള യുദ്ധം, പിന്നെന്തുവാ സഭാപ്രാർത്ഥനയ്ക്ക് യോശുവയുടെ കഥ. ചുരുക്കി പറഞ്ഞാൽ ഇത് മാത്രമേ നമുക്ക് പ്രസംഗിക്കാറുള്ളൂ. ശുചീകരണ സ്ഥലത്തെ കുറിച്ചോ അതെന്താണെന്നോ ഒന്നും നമ്മളത് പ്രസംഗിക്കുന്നില്ല. ഒരിക്കലും ദിവാസം പറഞ്ഞു, സത്യത്തിൽ അബ്രഹാമും ഇസ്ഹാക്കും പിന്നെ ദാവീദും ഗോലിയാത്തും ഏലിയാവും ഒന്നും വേദവസം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഉപദേശമാർ മുഴുവൻ തെണ്ടിപ്പോയിരുന്നു.
അല്ലേ? ഒന്നും അറിയത്തില്ല, ഒരു വിഷയങ്ങളും അറിയത്തില്ല, ദൈവവചനത്തിന്റെ ആഴമോ ഒന്നും അറിയത്തില്ല. കുറച്ച് ബഹളം ഉണ്ടാക്കി കുറെ കാര്യങ്ങൾ പറയാനല്ലാതെ ശാന്തമായി നിന്ന് ദൈവവചനം പ്രസംഗിക്കാൻ പലർക്കും അറിയത്തില്ല. ഇതൊന്നും അറിയത്തില്ല. എത്ര പേർക്കറിയാം ശുചീകരണത്തെ കുറിച്ച്, ശുചീകരണ സ്ഥലത്തെ കുറിച്ച് എത്ര പേർക്ക് അറിയാം? പലർക്കും അറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശക്തമായിട്ട് ഇന്റലിജൻസിനെ, പാപമോചന ചീട്ടിനെ കുറിച്ച്, ഇന്റലിജൻസ്, പാപമോചന ചീട്ട്, ഓക്കെ, അത് മറക്കല്ലേ. പാപമോചന ചീട്ട്. എന്താ പാപമോചന ചീട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കത്തോലിക്കൽ വിശ്വസിക്കുന്നു ഒരുവൻ മരിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്വർഗത്തിലേക്ക് പോകത്തില്ല, നരകത്തിലേക്കും പോകത്തില്ല. പിന്നെ എവിടെ കിടക്കും? എവിടെ കിടക്കുന്നത്? ശുദ്ധീകരണ സ്ഥലത്ത്. ശുദ്ധീകരണ സ്ഥലത്ത്. വേറെ രണ്ട് വാക്കുകളുണ്ടല്ലോ ഞാൻ പറഞ്ഞത്. എന്തൊക്കെയാ? ഒന്ന് പർഗറ്ററി. എന്താ? പർഗറ്ററി അഥവാ മറ്റൊരു വാക്കാണ് ബസ്പുർഖാന. അറിയാൻ ഞാൻ എഴുതി വെച്ചോളൂ. ഒന്ന് പർഗറ്ററി, മറ്റൊന്നാണ് എന്താ? ബസ്പുർഖാന. ബസ്പുർഖാന. അതെ, അത് തന്നെയാ ജോൺ സമ്പ്രദായം, ബസ്പുർഖാന. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ സഭയെ പ്രസംഗിക്കണം. നമുക്ക് കിട്ടിയ ഭാഗ്യം ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റണം. അപ്പൊ ബസ്പുർഖാന എന്തോ അതിന്റെ ഉപദേശം എന്തുവാ? ഒരുവൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ആത്മാവ് ഉടനെ സ്വർഗത്തിൽ പോകത്തില്ല, നരകത്തിലേക്ക് കൊടുക്കത്തില്ല. കർത്താവ് പറഞ്ഞു എന്താ? ഒടുവിലത്തെ കാശ് കൊടുക്കുവോളം നിങ്ങൾ അവിടെ ആയിരിക്കും. എവിടെയായിരിക്കും? ഈ ശുചീകരണ സ്ഥലത്ത്, അല്ലെങ്കിൽ ബസ്പുർഖാനയിലോ പർഗറ്ററിയിലോ ആയിരിക്കും എന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. ഇത് നടത്തുന്നതിനാണ് പാപമോചന ചീട്ട് എന്ന് പറയുന്നത്. ഇത് നടത്തുന്നതിനാണ് എന്ന് പറയുന്നത് പാപമോചന ചീട്ട്. പാപമോചന ചീട്ട് അഥവാ വേറൊരു വാക്യം പറഞ്ഞു, ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? പറഞ്ഞേ. അല്ലല്ല, ഞാൻ മറ്റൊരു വാക്ക് പറഞ്ഞു. ഇന്റലിജൻസ്. അപ്പം നമ്മുടെ ജോൺ ഹാസ് പറഞ്ഞു ഇതൊരു തട്ടിപ്പാണ്. ഏതാ തട്ടിപ്പ്? തട്ടിപ്പ് ശുചീകരണ ഒരു തട്ടിപ്പാണ്, വചനവിരുദ്ധമാണ്. ഇത് ജനങ്ങൾ അംഗീകരിക്കരുത്. ഇതുകൊണ്ടുള്ള നേട്ടം പുരോഹിതന്മാർക്കാണ്. അവരുടെ കീശ വീർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതെന്താണ്? വചനവിരുദ്ധമായ ഒരു ഉപദേശമാണ്. ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. ജോൺ ഹാസ് വളരെ ശക്തമായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. ഇത് ജനങ്ങളെ വലിയ മാറ്റം വരുത്തി. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് വരും ദിവസങ്ങൾ എടുക്കാം. എങ്കിലും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ഇത് ശക്തമായി പഠിപ്പിച്ച കത്തോലിക്കയിലെ ഒരു പുരോഹിതനാണ് ജോൺ ടെറ്റ്സൽ. അറിയാമെങ്കിൽ വിട്ടേ, ഞാൻ പിന്നെ ടെറ്റ്സൽ എന്ന് പറയുന്ന ഒരു പുരോഹിതനാണ് ഇത് പഠിപ്പിച്ചത്. കാരണം ഈ ടെറ്റ്സല് ഒരു വലിയ ചീട്ടുകളിക്കാരനാണ്. വളരെ ശക്തനായ ഒരു ചീട്ടുകളിക്കാരനായിരുന്നു. ഈ ചീട്ട് കളിച്ച് ജർമ്മനിയിൽ കത്തോലിക്ക സഭയിൽ ധാരാളം പണം കടമായി. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? ചീട്ട് കളിച്ച് തന്റെ പണമെല്ലാം നഷ്ടപ്പെട്ടു. അദ്ദേഹം ഒരു പാപ്പനായി. അങ്ങനെ പാപ്പനായിരിക്കുമ്പോഴാണ് അദ്ദേഹം മത്തായിയുടെ സുവിശേഷം വായിച്ചത്. അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ഒടുവിലത്തെ കാശ് കൊടുക്കുവാണെങ്കിൽ നീ അവിടെ ആയിരിക്കും. അങ്ങനെ ടെറ്റ്സൽ ഉണ്ടാക്കിയ ഒരു ഉപദേശമാണ്
പാപമോചന ചീട്ട്. ക്ലിയർ ആയോ? ടെഡ്സൽ ഉണ്ടാക്കിയ ഒരു ഉപദേശമാണെന്ന് പാപമോചന ചീട്ട്. ഓക്കെ, ഓക്കെ ആണോ? മുമ്പോട്ട് പോട്ടെ. ആ ഓ സാർ. മുമ്പോട്ട് പോകട്ടോ? ഓക്കെ ആണല്ലോ? അപ്പം ഇതിനെതിരായിട്ട് ശക്തമായിട്ട് പ്രസംഗിച്ച ആളാണ് ആര്? ജോൺ ഹസ്. അദ്ദേഹം പറഞ്ഞു പാപമോചന ചീട്ട് ആരുടെ കീശി വീർപ്പിക്കാനുള്ളതാണ്? കത്തോലിക്ക സഭയിലെ പുരോഹിതന്മാരുടെ കീശി വീർപ്പിക്കാനുള്ളതാണ്. അവരുടെ അഴിമതിയാണ് വചനവിരുദ്ധമായ ഈ കാര്യം. ജനങ്ങൾ ഇതിനെ അംഗീകരിക്കരുത്. വേദപുസ്തകത്തിൽ ഒരിടത്ത് പോലും ഇതിന് ഉപോത്ബലകമായ യാതൊരു തെളിവുകളുമില്ല. വേദപുസ്തകത്തില് യാതൊരു വിധമായ തെളിവുകളും ഇല്ല. അതുകൊണ്ട് ആരും ഇതിനെ അംഗീകരിക്കരുത് പറഞ്ഞു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ജനങ്ങൾ ആരെ പിന്തുടരുന്നു? ആരെ പിന്തുടരുന്നു? ജോൺ ഹസിനെ പിന്തുടരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കും? കത്തോലിക്ക സഭയില് വരുമാനം കുറയും. പിന്നെ ഉടനെ എടുക്കാൻ തുടങ്ങി. ഉടനെ ഇതിനെതിരായിട്ട് വളരെ ശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ജോൺ ഹസിനെതിരായിട്ടുണ്ടാകുവാൻ ഇടയായി. ശക്തമായിട്ട് ഇതിനെതിരായിട്ട് ആര് പ്രസംഗിച്ചു? ജോൺ ഹസ് പ്രസംഗിക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളിൽ താൻ അടിയുറച്ചു നിന്നു. ആറ് ഉപദേശങ്ങളില? ജോൺ വിക്ലിഫ് അല്ല. നമ്മൾ ആരെ കുറിച്ച് പറയുന്നത്? ജോൺ ഹസ്. ജോൺ ഹസിന്റെ ഉപദേശങ്ങളിൽ താൻ ഉറച്ചു നിന്നു. കത്തോലിക്ക സഭ 1414 ജോൺ ഹസിനോട് 1414 ജോൺ ഹസിനോട് ഒരു സുന്നഹദോസിനെ സംബന്ധിക്കുവാൻ ആവശ്യപ്പെട്ടു. ഒരു സുന്നഹദോസിനെ സംബന്ധിക്കുവാൻ ആവശ്യപ്പെട്ടു. അത് മനസ്സിലായില്ല സഹോദരി. എന്തോ? അത് മനസ്സിലായില്ലോ. ഞാൻ ഒന്നുകൂടെ പറയാം. ജോൺ ഹസ് തന്റെ ഉപദേശങ്ങളിൽ അടിയുറച്ചു നിന്നു. ശക്തമായിട്ട് അദ്ദേഹം പ്രസംഗിക്കുവാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചു? കത്തോലിക്ക സഭ 1414 ജോൺ ഹസ് ഒരു കൗൺസിൽ മീറ്റിങ്ങിന് അല്ലെങ്കിൽ ഒരു സുന്നഹദോസിനെ സംബന്ധിക്കുവാൻ ആവശ്യപ്പെട്ടു. ജോൺ ഹസിനോട് പറഞ്ഞു, നീ പറയുന്നതെല്ലാം കത്തോലിക്ക സഭയ്ക്ക് വിരോധമായിട്ടുള്ളതാണ്, അതുകൊണ്ട് ഒരു പരിഹാരം ഉണ്ടാക്കണം. എവിടെ വരണമെന്ന് പറഞ്ഞു? ഒരു സുന്നഹദോസ്. എന്തോ സുന്നഹദോസ് എന്ന് പറഞ്ഞാൽ? സിനഡ്. സിനഡ് ഇംഗ്ലീഷിൽ പറയും. അല്ലെങ്കിൽ സുന്നഹദോസ് കൂടുക എന്നൊക്കെ കേട്ടില്ലേ? കൗൺസിൽ കൂടുക. സുന്നഹദോസ് സുറിയാനി ഭാഷയാണ്. സുന്നഹദോസ് എന്ന് പറഞ്ഞാൽ അത് കൗൺസിലാണ്. അല്ലെങ്കിൽ കൗൺസിൽ നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ, സഭാ കൗൺസിലൊക്കെ കേട്ടില്ലേ? അതിനാണ് സുന്നഹദോസ് എന്ന് പറയുന്നത്. 1414 തന്നോട് എവിടെ വരാൻ പറഞ്ഞു? ഒരു സുന്നഹദോസിനെ വരാൻ പറഞ്ഞു. എവിടെ വെച്ചാണ്? കോൺസ്റ്റന്റൈൻ എന്നറിയപ്പെടുന്ന സ്ഥലത്ത്, കുസ്തന്തീനോസ് പുരി. മലയാളത്തിൽ പറഞ്ഞാൽ കുസ്തന്തീനോസ് പുരി, അഥവാ ഇംഗ്ലീഷില് കോൺസ്റ്റന്റൈൻ. വരുവാനായിട്ട് ആവശ്യപ്പെട്ടു. തന്നെ ശക്തമായി വിമർശിച്ചു.
ജോൺ ഹസ് ആ മീറ്റിംഗിൽ ചെന്നു. ജോൺ ഹസിനെ വളരെ ശക്തമായിട്ട് വിമർശിച്ചു, തന്നെ അടിച്ചിരുത്തി. തന്നോട് പറഞ്ഞു, ജോൺ ഹസെ, നീ പറയുന്നത് മുഴുവൻ കത്തോലിക്ക സഭയ്ക്ക് എതിരാണെന്ന് പറഞ്ഞു. വചനത്തിനെതിരാന്നല്ല പറയുന്നത്, പിന്നെ എന്തിനെതിരാണ്? കത്തോലിക്ക സഭയ്ക്ക് എതിരാണെന്ന് പറഞ്ഞു. അങ്ങനെ ജോൺ ഹസിന്റെ മേൽ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു. ആരോപണങ്ങൾ ആരുടെ മേൽ ഉന്നയിച്ചു? ജോൺ ഹസിന്റെ മേൽ ഉന്നയിച്ചു. അങ്ങനെ 1414 ജൂലൈ മാസം 6-ാം തീയതി തന്നെ ജയിലിലിട്ടു. നോക്കണേ, 1414 കോൺസ്റ്റന്റൈൻ ഒരു മീറ്റിംഗ് വരാൻ പറഞ്ഞത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഒരുപാട് വിമർശിച്ചു, ഒരുപാട് ആരോപണങ്ങൾ തന്റെ മേൽ വച്ചു. താൻ കത്തോലിക്ക സഭയ്ക്ക് എതിരാണെന്ന് പറഞ്ഞു. അവസാനം എന്ത് ചെയ്തു? 1414 ജൂലൈ മാസം എത്ര? 6 തീയതി താൻ എവിടെ ഇട്ടു? ജയിലിലിട്ടു. എന്നാൽ അതുകൊണ്ട് തീർന്നില്ല. തന്നോടുള്ള ദേഷ്യം നുരഞ്ഞു പൊങ്ങി. 1414 ജൂലൈ മാസം 6-ാം തീയതി. ഓക്കെ, 1414 ജൂലൈ മാസം 6-ാം തീയതി എവിടെ ഇട്ടു? അത് തന്നെ ജയിലിൽ ഇട്ടു. ജയിലിലിട്ടു. അവിടെ അദ്ദേഹം കിടന്നു. തന്നെ ശക്തമായി വിമർശിച്ചു. കത്തോലിക്ക സഭയ്ക്ക് എതിരാണെന്ന് പറഞ്ഞു. തന്നെ പീഡിപ്പിക്കാൻ എല്ലാ രീതിയിലും പീഡിപ്പിച്ചു. എന്നിട്ടൊന്നും കത്തോലിക്ക സഭയുടെ ദേഷ്യം കുറയാഞ്ഞിട്ട് കേൾക്കണേ, 1415 കത്തോലിക്ക സഭ പാവം പിടിച്ച ദൈവദാസൻ ജോൺ ഹസിനെ ജീവനോടെ ദഹിപ്പിച്ചു കളഞ്ഞു. 1415 കത്തോലിക്ക സഭയുടെ ദേഷ്യം മുഴുവൻ ആരോട് തീർത്തു? ജോൺ ഹസിനോട് തീർത്തു. എങ്ങനെ തീർത്തത്? തന്നെ എന്തോ ചെയ്തു? ജീവനോട് ദഹിപ്പിച്ചു കളഞ്ഞു. ഓക്കെ, തന്നെ ജീവനോട് ദഹിപ്പിച്ചു കളഞ്ഞത് കണ്ടപ്പോൾ ബൊഹീമിയൻ ജനങ്ങൾ ഒരു വലിയ വിപ്ലവം തന്നെ ആരംഭിച്ചു. കത്തോലിക്ക സഭയ്ക്കെതിരായിട്ട് ഒരു വലിയ വിപ്ലവം തന്നെ ആരംഭിച്ചു. അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളും. വിപ്ലവം ആരംഭിച്ച സ്ഥലം എവിടാ സാർ? ബൊഹീമിയ നമ്മൾ പഠിച്ചല്ലോ. ബൊഹീമിയൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞില്ലേ? അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇത്രയും പറഞ്ഞു വന്നിട്ട് അതിന് കാര്യത്തിലേക്ക് കിടക്കുക. ബൊഹീമിയൻ മൂവ്മെന്റ്. അപ്പോൾ ബൊഹീമിയയിലുള്ള ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങളും അതുപോലെ അവിടുത്തെ ഉന്നത അധികാരികളുമെല്ലാം ജോൺ ഹസിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വലിയ വിപ്ലവം ആരംഭിച്ചു. ഒരു വലിയ വിപ്ലവം ആരംഭിച്ചു. ഈ വിപ്ലവമാണ് ഒരു വലിയ നവീകരണമായി, റെഫോർമേഷനായി രൂപാന്തരപ്പെടുവാനിടയായി. ഈ വിപ്ലവമാണ് പിൽക്കാലത്ത് എന്തായിട്ട് മാറിയത്? ഒരു വലിയ റെഫോർമേഷനായിട്ട് തീരുവാനിടയായി, നവീകരണമായി തീരുവാനിടയായി. ബൊഹീമിയൻ ജനങ്ങൾ, ശ്രദ്ധിച്ചു കേൾക്കണേ, ബൊഹീമിയൻ ജനങ്ങൾ 4 കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ഈ വിപ്ലവത്തിലൂടെ അവർ 4 കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ബൊഹീമിയൻ ജനങ്ങൾ ഈ വിപ്ലവത്തിലൂടെ എത്ര കാര്യങ്ങൾ ആവശ്യപ്പെട്ടു? 4 കാര്യം. 4 കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ഒന്ന് ദൈവവചനം പ്രസംഗിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണം. എന്താ വേണം? ദൈവവചനം പ്രസംഗിക്കുക. ദൈവവചനം പ്രസംഗിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണം.
2, തിരുമേശ അല്ലെങ്കിൽ കുർബാന പുരോഹിതന്മാരുടെ മാത്രം കുത്തവ അവകാശമല്ല, സാധാരണക്കാർക്കും ജനങ്ങളായിരിക്കും ഞങ്ങൾ കൂടെ അവകാശപ്പെട്ടതാണ്. ആരുടെ അവകാശം? കുത്തവ അവകാശമല്ല. പുരോഹിതന്മാർ മാത്രം തിന്നാൻ പോരാ. ആരുടെ അവകാശം? പുരോഹിതന്മാരുടെ മാത്രം അവകാശമല്ല, കുത്തവകാശമല്ല. സാധാരണക്കാരുടെ കൂടെ അവകാശം. സാധാരണക്കാരായിട്ട് ഞങ്ങൾ കൂടെ ഇത് വേണം. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് വേണം? അപ്പവും വീഞ്ഞും തരണം. കുർബാനയിലെ അപ്പവും വീഞ്ഞും ഞങ്ങൾ കൂടെ നൽകണം എന്നവർ ആവശ്യപ്പെട്ടു. ഇപ്പൊ 2 കാര്യങ്ങളെ പറഞ്ഞു. ഒന്ന്, വചനം പ്രസംഗിക്കാനുള്ള സ്വാതന്ത്ര്യം തരണം. 2 ആവശ്യപ്പെട്ടത് കുർബാന ഞങ്ങൾ കൂടെ തരണം. 3, സഭയുടെ ശാപമാണ് പണം. സഭയുടെ ശാപമാണ് പണം. അപ്പം ആ ശാപത്തിൽ നിന്ന് സഭയെ വിടുതൽ പ്രാപിക്കണം. പണം കൊണ്ട് എന്ത് തോന്നിവാസം കാണിക്കുക? നിങ്ങൾക്കറിയാമല്ലോ, ദൈവം നൽകിയായ ഒരു നന്മയാണ് പണം. ആ പണം കൊണ്ട്, ദൈവം നൽകിയ നന്മ കൊണ്ട് ദൈവത്തിന് വിരോധമായിട്ട് ഉപയോഗിക്കുക, അല്ലേ? ഉദാഹരണം പറഞ്ഞാൽ, ഇസ്രായേൽ മക്കൾ മിസ്രൈമിലെ ദീർഘവർഷങ്ങൾ കഷ്ടപ്പെട്ടു. എന്നാൽ ഫറവോനും മിസ്രൈമി രാജ്യവും അവരെ മാനിച്ചില്ല. മാനിച്ചോ? അവർക്ക് എന്തെങ്കിലും നന്മ കൊടുത്തോ? പറഞ്ഞേ ഇല്ല. അപ്പം യഹോവയായ ദൈവം എന്തോ പറഞ്ഞു? നിങ്ങൾ പോകുമ്പോ അവരുടെ എല്ലാം മേടിച്ചോണ്ട് പോകാൻ പറഞ്ഞു. അവരെ കൊള്ളയിടണം, അവരുടെ പണമെല്ലാം അപഹരിച്ചുകൊണ്ട് നിങ്ങൾ പോരണം എന്ന് പറഞ്ഞു, അല്ലേ? അവർക്ക് ഈ പണം കൊടുത്ത ആരാപ്പം? ദൈവം തന്നെയാ കൊടുത്തത്. അപ്പൊ ദൈവം കൊടുത്ത മിസ്രൈമ്യ പൊന്ന്, അല്ലേ? മരുഭൂമിയിൽ വന്നപ്പോൾ കാളയെ ഉണ്ടാക്കിയത് എവിടുന്നാ? ഏതൊരു കൊടുത്തോ ആ പൊന്നുകൊണ്ടാണ് കാളയെ ഉണ്ടാക്കിയത്, അല്ലേ? അതെ. അപ്പൊ മിസ്രൈമ്യ പൊന്ന് ആർക്ക് വിരോധമായിട്ട് ഉപയോഗിക്കുക? ദൈവത്തിന് വിരോധമായിട്ട്. അല്ലേ? അത് തന്നെയാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട അപ്പനും അമ്മയും ഒക്കെ പട്ടിണി കിടന്ന് പ്രാർത്ഥിച്ച് പച്ചമാങ്ങായി പച്ചവെള്ളവും കുടിച്ച് അവർ ദൈവത്തോട് നിലവിളിച്ചു. അപ്പോൾ ദൈവം അവരുടെ നിലവിളി കേട്ടു. എന്തോ സംഭവിച്ചു? ദൈവം അവരുടെ തലമുറയെ അനുഗ്രഹിച്ചു. ആ തലമുറയെ അമേരിക്കയിലും ജർമ്മനിയിലും കാനഡയിലും ഇംഗ്ലണ്ടിലും ഒക്കെ അയച്ചു. ഒന്നുമില്ലാതെ കിടന്ന സ്ഥാനത്ത് നിന്ന് ഇപ്പൊ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. ചെറ്റക്കുടിലിന്റെ സ്ഥാനത്ത് മനോഹരമായ 3 നില കെട്ടിടം, ഗ്രാനൈറ്റ് ഇട്ട വീടുണ്ടായി. നടന്നു വെക്കൊണ്ടിരുന്ന സ്ഥാനത്ത് നിന്ന്, ഒരു സൈക്കിൾ പോലും ഇല്ലാതിരുന്ന സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ BMW ഒക്കെ ആയി. നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത സ്ഥാനത്ത് ഇപ്പോൾ ഏക്കർ കണക്കിന് റബ്ബർ തോട്ടമായി. ആ പണം കൊണ്ട് ദൈവത്തിന് വിരോധമായിട്ട് ഓരോ കാര്യം ചെയ്യാൻ തുടങ്ങി, അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, സഭയുടെ ശാപമാണ് എന്ത്? ഇന്നത്തെ സഭയിൽ ചേക്കേറിയിരിക്കുന്ന പണം, അല്ലേ? സത്യമാണ് ഞാൻ പറഞ്ഞത്. മിസ്രൈമ പൊന്നല്ലേ ദൈവത്തിന് വിരോധമായിട്ട് ഉപയോഗിക്കുന്നത്? ദൈവം നൽകിയായ സമ്പത്ത് ദൈവത്തിന് വിരോധമായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ദൈവത്തിന് കൊടുക്കാൻ നിൽക്കുവോ കൊടുക്കാതിരിക്കാൻ നിൽക്കുവോ? പാവപ്പെട്ട സൂസൻ സിസ്റ്ററും സുമയും കരഞ്ഞ് നിലവിളിച്ചപ്പോൾ ദൈവം വഴി തുറന്നു. ഇപ്പൊ എന്താ പറ്റി? ദൈവത്തിന് വിരോധമായിട്ട് ആ പണം ഉപയോഗിക്കാനുണ്ട്. അല്ലെങ്കിൽ ബൊഹീമിയുള്ള ജനങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ലഭിച്ച പണമാണ് സഭയുടെ ശാപം. ഓക്കെ. 4,
അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പുരോഹിതന്മാർ കൊണ്ടുവന്നതായ പുരോഹിതന്മാർ കൊണ്ടുവന്നതായ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സഭയുടെ ശാപമാണ് എന്ന് പഠിപ്പിച്ചു. ഓക്കെ, അപ്പോൾ 4 കാര്യങ്ങളാണ് ബൊഹീമിയൻ ജനതകൾ ആവശ്യപ്പെട്ടത്. ഒന്നാമത്തെ എന്തായിരുന്നു? ദൈവവചനം പ്രസംഗിക്കാൻ സ്വാതന്ത്ര്യം. ഒന്ന്, ഞങ്ങൾക്ക് എന്തോ വേണം? സ്വാതന്ത്ര്യം. നിങ്ങൾ പറയുന്ന പോലെ ബൈബിൾ പ്രസംഗിച്ചിട്ടില്ല, ഞങ്ങൾ എന്തോ പ്രസംഗിക്കാൻ പോവാ? ദൈവവചനം. ദൈവവചനം പ്രസംഗിക്കുക. ദൈവവചനം പ്രസംഗിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തരണം. അതാണ് ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം എന്തായിരുന്നു? കുർബാന സാധാരണക്കാരായ ജനങ്ങളായിരിക്കും ഞങ്ങൾ കൂടെ അവകാശപ്പെട്ടതാണ്. ഇതാരുടെ കുത്തവകാശമല്ല, പുരോഹിതന്മാരുടെ മാത്രം കുത്തക അവകാശമല്ല. 3, എന്താണ് മൂന്നാമത് പറഞ്ഞത്? സമ്പത്ത് സഭയുടെ ശാപമാണ്. 4, എന്താ? അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പുരോഹിതന്മാർ കൊണ്ടുവന്നിട്ട് ദൈവസഭയെ പാപത്തിലേക്ക് വഴി നടത്തുന്നു. അല്ലേ? ചത്ത് കഴിയുമ്പോൾ ശവക്കല്ലയ്ക്ക് ചുറ്റും എന്തോ വെക്കുക? മെഴുകുതിരി കത്തിക്കുക. എന്നിട്ട് ശവക്കല്ലയ്ക്ക് ചുറ്റും നടന്നുകൊണ്ട് കുന്തിരിക്കം പോയിക്കുക. അവൻ സാധാരണപ്പെട്ട ജനങ്ങളുടെ മനസ്സിലേക്ക് എന്താ കടന്നു വരും? അയ്യോ, ഞങ്ങളുടെ അച്ഛൻ പാപിയായിരുന്നെങ്കിലും ഈ അച്ഛന്റെ ബഹുമിടുക്കുകൊണ്ട് പുകച്ചത് കൊണ്ട് എന്തോ പറ്റി? ഞങ്ങളുടെ പപ്പ അങ്ങ് കയറി. പാവമല്ലേ അത്? അങ്ങനെയാണ് വേദോസം പഠിപ്പിക്കുന്നത്? അല്ല. എടാ, മണ്ടയടച്ച തെങ്ങിന് എത്ര വളമിട്ടാലും പ്രയോജനമുണ്ടോ? ഇല്ല. ചെല്ലി കുത്തിയ തെങ്ങിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ? ഇല്ല. വാഴ മണ്ടയടച്ചു പോയെങ്കിൽ അത് വെട്ടിക്കളയാനേ ഉള്ളൂ. അതിന് എന്ത് വളം ചെയ്താലും അല്ലെ പാസ വിനു, അത് ഒരു പ്രയോജനമില്ല. ഉണ്ടോ? അതിനകത്ത് എത്ര കൈയടിച്ച് പാട്ട് പാടിയാലും ആ മരിച്ചു കിടക്കുന്ന ആളിന് ചുറ്റും നിന്നുകൊണ്ട് എത്ര അന്യഭാഷ പറഞ്ഞാലും അവൻ സ്വർഗത്തിൽ പോകത്തില്ല. അവൻ രക്ഷിക്കപ്പെട്ടവനാണോ സ്വർഗത്തിൽ പോകും. യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായു കൊണ്ട് ഏറ്റുപറയാനാണെങ്കിൽ ആയിരുന്നുവെങ്കിൽ, ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിച്ചവനാണെങ്കിൽ എവിടെ പോകും? സ്വർഗത്തിൽ പോകും. അതാ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഉപദേശം. അല്ലാതെ എന്ത് അനാചാരങ്ങൾ ചെയ്താലും, 16 അടി നടത്തിയാലും 41 നടത്തിയാലും നിന്റെ അപ്പൻ സ്വർഗത്തിൽ പോകത്തില്ല. അങ്ങനെ എത്ര സൗകര്യമായിരുന്നില്ലേ? അല്ലേ? ശരിയാണ് പറഞ്ഞേ. അപ്പോൾ ഇതാണ് ബൊഹീമിയൻ മൂവ്മെന്റ്. ബൊഹീമിയയിലുള്ള ജനങ്ങൾ ശക്തമായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കത്തോലിക്ക സഭയ്ക്ക് കരുതുണ്ടുവാൻ തുടങ്ങി. കത്തോലിക്ക സഭയ്ക്ക് എന്തുണ്ടായി? കലിതുള്ളലുണ്ടായി. കലിതുള്ളി അതുകൊണ്ട് കാണുന്നില്ല, കോപിഷ്ഠരായിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. സത്യം വിളിച്ചു പറയുമ്പോൾ ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ കത്തോലിക്ക സഭ കലിതുള്ളി. അവര് ചക്രവർത്തിയോട് റിപ്പോർട്ട് ചെയ്തു. തൽഫലമായിട്ട് ബൊഹീമിയൻ ജനങ്ങളും ചക്രവർത്തിയും കൂടെ ഒരു യുദ്ധമുണ്ടായി. ഇതിനെ ഹസൈറ്റ് വാർ എന്ന് പറയുന്നു. ഹസൈറ്റിലുണ്ടായ യുദ്ധം എന്ന് പറയപ്പെടുന്നു. ഹസൈറ്റ് വാർ. ഇതിനെന്ത് പറയുന്നു? ഹസൈറ്റ് വാർ അല്ലെങ്കിൽ ഹസൈറ്റിലുണ്ടായ യുദ്ധം എന്ന് പറയപ്പെടുന്നു.
ഈ ഹസൈറ്റ് വാറിൽ ധാരാളം സാധാരണക്കാരായ ജനങ്ങൾ പങ്കെടുത്തു. സാധാരണക്കാരിക്കുന്ന ധാരാളം പേര് പങ്കെടുത്തു. അവസാനം ഗത്യന്തരമില്ലാതെ 1431 ചക്രവർത്തി 1431 ചക്രവർത്തി ഒരു കൗൺസിൽ വിളിച്ചു. ബാസൽ എന്ന സ്ഥലത്ത് വെച്ച് ബാസൽ 1431 ബാസൽ എന്ന സ്ഥലത്ത് വെച്ച് കൗൺസില് ഒരു കമ്മിറ്റി വിളിച്ചുകൂട്ടി. കമ്മിറ്റി എവിടെ വെച്ച് കൂടി സാറ്? ബാസൽ 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 BASEL ബാസൽ എന്ന സ്ഥലത്ത് വെച്ച് ഒരു കമ്മിറ്റി വിളിച്ചുകൂട്ടി. അതിലൂടെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടായി. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടായി. ബൊഹീമിയൻ ജനങ്ങൾ ധാരാളം മിഷണറിമാരെ ദൈവവചനവുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചു. ദൈവവചനവുമായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചു. ഓക്കെ, ഇതാണ് ബൊഹീമിയൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. 1, മീഡിയവൽ മിസ്റ്റിസിസം പഠിച്ചു. 2, ലൊലാർഡ്സ് മൂവ്മെന്റ് എന്നുള്ള കാര്യത്തെ കുറിച്ച് പഠിച്ചു. ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണെന്ന് എനിക്കറിയാം. 3-മത്തെ എന്തായിരുന്നു? ബൊഹീമിയൻ മൂവ്മെന്റ്. ഇനി 4-മത്തതാണ് കൺസിലിയർ മൂവ്മെന്റ്. കൺസിലിയർ മൂവ്മെന്റ്. എന്താ കൺസിലിയർ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ? അനുരഞ്ജന പ്രസ്ഥാനങ്ങൾ. അനുരഞ്ജന പ്രസ്ഥാനങ്ങൾ. 4-മത് എന്താണ്? ദ കൺസിലിയർ മൂവ്മെന്റ്. CONCILIAR കൺസിലിയർ മൂവ്മെന്റ്. കൺസിലിയർ മൂവ്മെന്റ് റെഫോർമേഷന് മുമ്പുണ്ടായിരുന്ന 4-മത്തെ സംഗതിയാണ് എന്ത്? കൺസിലിയർ മൂവ്മെന്റ് അല്ലെങ്കിൽ അനുരഞ്ജന പ്രസ്ഥാനങ്ങൾ. കേട്ടില്ല? മെഡിസിൻ സിസ്റ്റത്തിന് പറഞ്ഞായിരുന്നോ? ഇല്ല സാറേ. ഓക്കെ, ഏതാണെന്ന് പറഞ്ഞായിട്ട് എനിക്ക് തോന്നി. ഓക്കെ. അപ്പോൾ 4-മത്താണ് അനുരഞ്ജന പ്രസ്ഥാനങ്ങൾ. ഇനി ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിച്ചിട്ട് മനസ്സിലാവുന്നു. ഈ അനുരഞ്ജന പ്രസ്ഥാനത്തിന്റെ ആത്യന്തികമായ ഉദ്ദേശം അനുരഞ്ജന പ്രസ്ഥാനങ്ങളുടെ ആത്യന്തികമായ ഉദ്ദേശം സഭയിൽ ഉണ്ടായ ചേരിതിരിവിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. സഭയിൽ ഉടലെടുത്ത ചേരിതിരിവിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ഓക്കെ, അപ്പം ഒന്നുകൂടെ ഓർക്കുക, ഈ അനുരഞ്ജന പ്രസ്ഥാനങ്ങളുടെ ഉദ്ദേശം എന്താണ്? സഭയിൽ കടന്നുകൂടിയ ചേരിതിരിവിന്, ഡിവിഷന്, ഭിന്നതയ്ക്ക് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അപ്പം സഭയിലെ ഭിന്നതകൾക്ക്
പരിഹാരം ഉണ്ടാക്കുക. കൂടാതെ സഭയെ ദൈവവചനപ്രകാരം നവീകരിക്കുക. അപ്പൊ രണ്ട് ഉദ്ദേശങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ അനുരഞ്ജന പ്രസ്ഥാനങ്ങളുടെ ഉദ്ദേശം എന്താണ്? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സഭയ്ക്കകത്തിലുണ്ടായ ഭിന്നതകൾക്ക് പരിഹാരം വരുത്തുക. സഭയ്ക്കകത്തിലുണ്ടായ ഉടലെടുത്തായ ഭിന്നതകൾക്ക് പരിഹാരം വരുത്തുക. രണ്ടെന്തുവാണ്? ദൈവവചനപ്രകാരമുള്ളതായ ഒരു നവീകരണം ഉണ്ടാക്കുക. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഇന്നാൾ പറഞ്ഞതുപോലെ ജനങ്ങൾ നിലവിളിക്കുക. എന്തായിരുന്നു അവരുടെ നിലവിളി? We need a reformation from top to the bottom. മുകൾ തൊട്ട് അടിയോളം എന്താ വേണം? ഒരു വലിയ വ്യതിയാന സഭയ്ക്കകത്തുണ്ടാകണം. സഭ മുഴുവൻ ഇപ്പൊ എന്തായി തീർന്നു? ദൈവവചനത്തിന് വിരോധമായിട്ടുള്ളതായ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അഴിമതികളും അക്രമങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ജനത്തെ ഭയപ്പെടുത്തുന്നതായ അശുദ്ധമായ കാര്യങ്ങൾ സഭയ്ക്കകത്തിലേക്ക് ഇഴഞ്ഞു കയറുവാനിടയായി. ജനത്തിന് വഹിക്കുവാൻ കഴിയാത്ത ഭാരമാണ് അവർ വഹിക്കുന്നത്, അല്ലേ? ജനത്തിന് വഹിക്കാൻ കഴിയാത്ത ഭാരമല്ലേ വഹിക്കുന്നത്. അപ്പം ഇതൊന്നും കർത്താവ് ഉദ്ദേശിച്ചതല്ല. കർത്താവിന്റെ ഉദ്ദേശത്തേക്കുള്ള ആശയങ്ങളൊന്നുമില്ല. അപ്പോൾ സഭ എന്താ പറഞ്ഞു? ജനങ്ങൾ എന്താ പറഞ്ഞു? ഞങ്ങൾക്കൊരു മാറ്റം വേണം, ഞങ്ങൾക്കൊരു വ്യതിയാനം വേണം, സഭ ഒന്ന് മടങ്ങി വരണം. എന്തിലേക്ക് മടങ്ങി വരണം? അനാചാരങ്ങളില്ലാത്ത, അന്ധവിശ്വാസങ്ങളില്ലാത്ത, അഴിമതികളില്ലാത്ത, അക്രമമില്ലാത്ത, ആത്മീയത്തിൽ അടിയുറച്ചു നിൽക്കുന്നതായ ഒരു അവസ്ഥയിലേക്ക് സഭ മടങ്ങി വരണം. ഓ പ്രൈസ് ദി ലോർഡ്. ഞാൻ എത്ര പറഞ്ഞു? നിങ്ങൾ ശ്രദ്ധിച്ചോ? എത്ര പറഞ്ഞു? ഞാൻ ഒരുപാട് പറഞ്ഞില്ലേ? അതാണ് പ്രാസം എന്ന് പറയുന്നത്. അപ്പം സഭ പറഞ്ഞു, സഭയ്ക്കകത്ത് കൂടിയിരിക്കുന്ന അഴിമതികൾക്കെതിരായിട്ട് ശബ്ദം ഉയർത്തി, അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ട്, അനാചാരങ്ങൾക്കെതിരായിട്ട്, അക്രമങ്ങൾക്കെതിരായിട്ട്, അനാത്മീയതയ്ക്കെതിരായിട്ട് അവർ ശബ്ദം ഉയർത്തി. സമ്പതല്ലേ, എന്തിനു മനസ്സിലാവുന്നുണ്ടോ? നല്ലോണം മനസ്സിലാവുന്നുണ്ട് സാറേ. സ്വത്രം. എനിക്ക് അതാ കേൾക്കേണ്ടത്. നമ്മുടെ സൂസമ്മ സിസ്റ്റർ പറയുന്ന ഒന്നും മനസ്സിലാകുന്നില്ല. ഏയ് മനസ്സിലാകുന്നുണ്ട് സാറേ. ഓക്കെ, താങ്ക് യു. അതാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ നോക്കിക്കേ, അനുരഞ്ജന കൂട്ടം കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സഭയ്ക്കകത്തിൽ കടന്നുകൂടിയതായ എന്തുവാ? അനീതിയല്ല, ചേരിതിരിവിനെതിരെ പരിഹാരം എന്താണ്? എന്താണ്? സഭയ്ക്കകത്തിലുണ്ടായതായ അനാചാരങ്ങൾ മാറ്റിയിട്ട് വലിയ ആത്മീയ ഉണർവ് സഭയ്ക്കകത്തിലുണ്ടാകണം. എന്നിട്ട് ജനങ്ങൾ എന്ത് ചെയ്തു? നിലവിളിക്കുവാൻ തുടങ്ങി. എന്തോ പറഞ്ഞ് നിലവിളിച്ചത്? ടോപ്പ് ടു ദ ബോട്ടം, നേതൃസ്ഥാനം മുതൽ താഴെയുള്ള ജനങ്ങൾ വരെ എന്തോ വേണം? അവരെല്ലാവരും ഒരു നവീകരണം ഉണ്ടാക്കണം, ഒരു ഉണർവ് ഉണ്ടാക്കണമെന്നവരെ പ്രസംഗിക്കുവാൻ തുടങ്ങി. ഇനി നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതായ രണ്ട് കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് സഭയ്ക്കകത്തിന് ഭിന്നത ഉണ്ടായത്? ആരുടെ ബാബുജി വന്നു? 10 മിനിറ്റ് ഇരിക്കാൻ പറ കേട്ടോ ബാബുജിയെ. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ. രണ്ട് കാരണങ്ങളാണ് സഭയ്ക്കകത്തില് ഭിന്നത ഉണ്ടാക്കുവാൻ കാരണമാക്കിയത്. ഒന്ന്, ദ ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി ഓഫ് ദ ചർച്ച്. ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി ഓഫ് ദ ചർച്ച്. ഇംഗ്ലീഷിൽ അത് എഴുതി വെക്കുക, ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി
of the church. The Babylonian captivity of the church. എന്തോ ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ? ബാബിലോണി എന്ന് പറഞ്ഞാൽ എന്താ? ബാബിലോൺ. ബാബിലോൺ എന്ന് പറഞ്ഞാലോ? പ്രവാസം, അടിപത്രം. അത് ആർക്കുണ്ടായിരുന്നായിരുന്നു? ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി ആർക്കുണ്ടായിരുന്ന? ഇസ്രായേൽ മക്കൾക്ക്. ഇസ്രായേൽ മക്കൾക്ക്. അത് എത്ര വർഷമായിരുന്നു ആ ക്യാപ്റ്റിവിറ്റി? ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി എത്ര വർഷമായിരുന്നു? 70 വർഷം. അതായത് ഇസ്രായേൽ മക്കൾ 70 വർഷം ബാബിലോണിൽ പ്രവാസികളായതുപോലെ കത്തോലിക്ക സഭ 70 വർഷം അടിമത്വത്തിലായിരുന്നു. ഇതാർക്കും അറിയാവോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത്? നിങ്ങൾ ആരെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല സാറേ. ഇല്ല, ആദ്യമായിട്ട് കേൾക്കാൻ പോവാ. നിങ്ങൾ അവരോട് ചോദിക്കണം, ഇതൊക്കെ കത്തോലിക്കോട് ചോദിക്കണം. അപ്പം ഒന്നാമത് ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി ഓഫ് ദി ചർച്ച് എന്നുള്ളതാണ്. അതായത് കത്തോലിക്ക സഭ ഒരു വലിയ ഭിന്നതയിലേക്ക് കടന്നുപോയി. 70 വർഷങ്ങൾ കത്തോലിക്ക സഭയിൽ ഈ ഭിന്നത നിലനിന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ദ ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി ഓഫ് ദി ചർച്ച്. ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി ഓഫ് ദി ചർച്ച് എന്തായിരുന്നു അത്? അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, കത്തോലിക്ക സഭയുടെ ആസ്ഥാനം എവിടെയാ? വത്തിക്കാൻ. എപ്പോഴും കത്തോലിക്ക സഭയുടെ ആസ്ഥാനം എവിടെയാണ്? റോമാണ്. എവിടെ? വത്തിക്കാനാണ്. എന്നാൽ ക്ലെമന്റ് അഞ്ചാമൻ എന്നറിയപ്പെടുന്ന ഒരു ഫ്രഞ്ച് പോപ്പ് ആരാ? ക്ലെമന്റ് അഞ്ചാമൻ എന്നറിയപ്പെടുന്നതായ ഒരു ഫ്രഞ്ച് പോപ്പ് 1307 വത്തിക്കാന്റെ കാര്യം ആദ്യം തൊട്ട് പറയാം. അതായത് ക്ലെമന്റ് അഞ്ചാമൻ എന്നറിയപ്പെടുന്ന ഒരു ഫ്രഞ്ചുകാരനായിരിക്കുന്ന പോപ്പ്. സാധാരണയായിട്ട് പോപ്പുമാർ എപ്പോഴും എവിടെയാ വരുന്നത്? ഇറ്റലി. ഇറ്റലിയിൽ നിന്നാണ് പോപ്പുമാരുടെ എല്ലാം കർദിനാൾ. നിങ്ങൾക്കറിയാമല്ലോ, കർദിനാളുമാരെയാണ് ആരായിട്ട് നിയമിക്കുന്നത്? പോപ്പായിട്ട്. നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. കത്തോലിക്ക സഭയിലെ 5 തസ്തികകളാണ്. ആദ്യ പുരോഹിതൻ, രണ്ടാമത് ബിഷപ്പ്, മൂന്നാമത് ആർച്ച് ബിഷപ്പ്, നാലാമത് കർദിനാൾ, അഞ്ചാമത്തെ ആളാണ് പോപ്പ്. ഓക്കെ, അറിയാൻ വയ്യാത്ത എഴുതി വെച്ചോണം. 1 ആരാ? പുരോഹിതൻ. 2 ആരാ? ബിഷപ്പ്. മൂന്നാമത്തെ ആളാരാണ്? ആർച്ച് ബിഷപ്പ്. നാലാമത്തെ ആളാണ് ആര്? കർദിനാൾ. അഞ്ചാമത്തെ ആളാണ് ആര്? പോപ്പ്. കർദിനാൾമാരെയാണ് പോപ്പിന്റെ മന്ത്രിമാരായിട്ടാണ് അറിയപ്പെടുന്നത്. ദ കിങ്സ് ഓഫ് പോപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. പോപ്പിന്റെ രാജാക്കന്മാർ. പോപ്പിന് ഓരോ രാജ്യങ്ങളിലും പ്രതിനിധികളുണ്ട്. ആ പ്രതിനിധികളാണ് കർദിനാളന്മാർ എന്ന് പറയുന്നത്. കേരളത്തിലാണെങ്കിൽ ജോർജ് ആലഞ്ചേരി ഒരു കർദിനാളാണ്. ഇപ്പൊ പുതിയതായിട്ടൊരു ജോർജ് ആലഞ്ചേരിക്ക് പകരമായിട്ട് പുതിയൊരാളുണ്ടായി. അദ്ദേഹത്തിന്റെ പേരാണ് തട്ടേക്കാട്. കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ അതുപോലെ ജോർജ് കൂവക്കാട്ടിൽ
അങ്ങനെയൊക്കെ ഒരുപാട് കർദിനാളന്മാരുണ്ട്. ഇവരിൽ 130 പേര് 31 പേര് ചേർന്ന് ആണ് ഈ കർദിനാളന്മാരിൽ 131 പേര് ചേർന്നാണ് ആരെ തെരഞ്ഞെടുക്കുന്നത്? പോപ്പിനെ തെരഞ്ഞെടുക്കുന്നത്. ഇപ്പൊ അതിന്റെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. എന്നാ അതിന്റെ മീറ്റിംഗ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്നാ ഫ്രാൻസിസ് പാപ്പായ്ക്ക് പകരം പുതിയ ആളിനെ തെരഞ്ഞെടുക്കുക? എന്നാ അവർ കമന്റ് കൂടുതലെന്നാ? മെയ് 5 7-ാം തീയതി കോൺക്ലേവ് എന്നറിയപ്പെടും. കോൺക്ലേവ്. ഈ കോൺക്ലേവ് മെയ് 7-ാം തീയതി നടക്കുകയാണ്. ആ 7-ാം തീയതി അവർ ചർച്ച ചെയ്യും. ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമായിക്കൊണ്ടുള്ള ചർച്ച ചെയ്യും. ആ വ്യക്തിയെ എല്ലാവർക്കും അംഗീകാരമാണെങ്കിൽ വോട്ടിടും. 3-2 ഭൂരിപക്ഷം കിട്ടിയാൽ പോപ്പായിട്ട് പ്രഖ്യാപിക്കും. പ്രഖ്യാപിക്കുക എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഒരു തീയിടും, പുകയുണ്ടാക്കും. ആ പുക വൈറ്റ് പുകയായിട്ട് മാറും. അത് ശരിയായില്ലെന്നുണ്ടെങ്കിൽ അത് കറുത്ത പുകയായിട്ട് മാറും. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം നോക്കണം, ഇറ്റലിയുടെ സാധാരണയായിട്ട് ഇതുണ്ടാകുന്നത്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് അർജന്റീനയിൽ നിന്നാണ് ഒരു പോപ്പ് ഉണ്ടായത്. ആദ്യമായിട്ടാണ് യൂറോപ്യൻ രാജ്യമല്ലാത്ത മറ്റു രാജ്യത്തു നിന്നും ഒരു പോപ്പ് ഉണ്ടായത്. അർജന്റീന. അയാള് ഒരു കർദിനാളായിരുന്നു. ആ കർദിനാള് ഒരു പോപ്പിനെ തെരഞ്ഞെടുക്കാനായിട്ട് വന്നതാണ്. എന്നാൽ അയാളെ ആരായിട്ട് തെരഞ്ഞെടുത്തു? പോപ്പായിട്ട് തെരഞ്ഞെടുത്തു. പലരും കുപ്പായി വിട്ടിങ്ങനെ റെഡി ആയിരിക്കുക, പോപ്പ് ഇപ്പൊ ഞാനാകും, പോപ്പ് ഇപ്പൊ ആകുമെന്നും പറഞ്ഞു. അപ്പം ഈ പോപ്പാകാൻ വേണ്ടി തയ്യാറായിരുന്നവർ ആരും ഒരു പോപ്പുമായില്ല. പറഞ്ഞ മനസ്സിലായോ? ഞാൻ പറഞ്ഞെങ്കിൽ കേട്ടോ? കേട്ടു. അവരെല്ലാം വന്നു പോയി. എന്നാൽ ആരും ആകണ്ട എന്ന് വിചാരിച്ച് ചുമ്മാതെ വന്ന ആളിനെ പോപ്പാക്കി പ്രഖ്യാപിച്ചു. അയാള് 2013 മുതൽ 11 വർഷങ്ങൾ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിട്ട് പ്രവർത്തിച്ചു. ഫ്രാൻസിസ് പാപ്പ. എനിവേ നമുക്ക് മടങ്ങി വരാം. അപ്പോൾ ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി ഞാൻ പറഞ്ഞല്ലോ. പോപ്പ് ക്ലെമന്റ് 5-ാമൻ അദ്ദേഹം അധികാരത്തിലേക്ക് വന്നത് 1307. അത് എവിടുത്തുകാരനായിരുന്നു? ഫ്രഞ്ചിലെ ഒരു ആളായിരുന്നു. അയാൾ എന്തോ ചെയ്തറിയാമോ? അദ്ദേഹം അന്നത്തെ രാജാവായിരുന്ന ഫിലിപ്പ് 4-ാമന്റെ സ്വാധീനത്തിൽ റോമിൽ നിന്നും കത്തോലിക്ക സഭയുടെ ആസ്ഥാനം അവിഗ്നോണിലേക്കാക്കി. കത്തോലിക്ക സഭയുടെ ആസ്ഥാനം ഇവിടേക്ക് മാറ്റി, അവിഗ്നോണിലേക്ക് മാറ്റി. അതേത് രാജ്യം സാറേ? അത് ഫ്രാൻസ്. ഓക്കെ. തുടർന്നുള്ള 70 വർഷങ്ങൾ കത്തോലിക്ക സഭയുടെ ആസ്ഥാനം എവിടെയായിരുന്നു? റോമിൽ നിന്നും എവിടെ കൊണ്ടുപോയി? എവിടെ? അവിഗ്നോൺ എന്ന് പറഞ്ഞ രാജ്യത്തിലേക്ക് ആക്കി. മാത്രമല്ല, തുടർന്ന് വന്ന എല്ലാ പോപ്പുമാരും ഇറ്റലിയിൽ നിന്നല്ല വന്നത്, എല്ലാവരും ഫ്രഞ്ചിൽ നിന്നാണ് വന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പം 1307 ക്ലെമന്റ് 5-ാമൻ കത്തോലിക്ക സഭയുടെ ആസ്ഥാനം എവിടേക്ക് മാറ്റി? റോമിൽ നിന്നും വത്തിക്കാൻ സിറ്റിയിൽ നിന്ന് എവിടെ മാറ്റി? ഫ്രാൻസിലെ അവിഗ്നോണിലേക്ക് മാറ്റുവാൻ ഇടയായിട്ടുണ്ട്. അന്ന് മുതൽ 70 വർഷങ്ങൾ കത്തോലിക്ക സഭയുടെ ആസ്ഥാനം എവിടെയായിരുന്നു?
അവിജ്ഞാനിലായിരുന്നു. അവിജ്ഞോണിലായിരുന്നു. മാത്രമല്ല ആ കാലയളവിൽ ഉണ്ടായിരുന്ന 70 വർഷക്കാലം കത്തോലിക്ക സഭയുടെ പോപ്പുമാരെല്ലാം എവിടുന്നുള്ളവരായിരുന്നു? ഫ്രഞ്ചിൽ നിന്നുള്ളവർ അല്ലെങ്കിൽ ഫ്രാൻസിൽ നിന്നുള്ളവരായിരുന്നു. ഓക്കെ, ഫ്രാൻസിൽ നിന്നുള്ളവരായിരുന്നു. എന്നാൽ ഈ 70 വർഷത്തെയാണ് ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി ഓഫ് ദ ചർച്ച് എന്ന് പറയുന്നത്. റോമിൽ നിന്ന് എങ്ങോട്ട് പോയി? ഫ്രഞ്ചിലെ അവിഗ്നോണിലേക്ക് മാറ്റി. ഈ സമയത്ത് എന്താ പേര് അറിയപ്പെടുന്നു? ദ ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി ഓഫ് ദി ചർച്ച്. അങ്ങനെ 70 വർഷങ്ങൾ, നീണ്ട 70 വർഷങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1377 ഒരു പുതിയ പോപ്പ് വന്നു. അദ്ദേഹത്തിന്റെ പേരാണ് പോപ്പ് ഗ്രിഗറി ആറാമൻ. പോപ്പ് ഗ്രിഗറി ആറാമൻ. എത്രാമന്? ആറാമൻ. സോറി, 11ാമൻ. 11ാമൻ. ആറാമനല്ല, 11ാമൻ. അദ്ദേഹം കത്തോലിക്ക സഭയുടെ ആസ്ഥാനം അവിഗ്നോണിൽ നിന്നും പഴയതുപോലെ റോമിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ നിർഭാഗ്യവശാൽ 1378 ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഗ്രിഗറി 11ാമൻ മരിച്ചുപോയി. ഗ്രിഗറി 11ാമൻ മരിച്ചു. ഉടനെ പുതുതായിട്ട് വന്ന ഒരു കർദിനാൾ അർബൻ 6 എന്ന് പറയും. അർബൻ 6 ഫ്രഞ്ച് കർദിനാളന്മാരുടെ സപ്പോർട്ടോടു കൂടി പഴയതുപോലെ കത്തോലിക്ക സഭയുടെ ആസ്ഥാനം റോമിൽ നിന്നും പഴയതുപോലെ അവിഗ്നോണിലേക്ക് കൊണ്ടുവന്നു. ഇപ്പം പറഞ്ഞ പോപ്പിന്റെ പേര് പറഞ്ഞേ. അർബൻ 6ാമൻ. അർബൻ 6ാമൻ കത്തോലിക്ക സഭയുടെ ആസ്ഥാനം എവിടേക്ക് കൊണ്ടുപോയി? പഴയതുപോലെ റോമിൽ നിന്ന് എവിടെ കൊണ്ടുപോയി? അവിഗ്നോണിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഇപ്പോൾ 2 പോപ്പുമാരായി. ഒരാൾ റോമിലും ഒരാൾ എവിടെയാണ്? അവിഗ്നോണിലും. അവിഗ്നോണിലുള്ള പോപ്പിന്റെ പേരാണ് ക്ലെമന്റ് 7ാമൻ. ക്ലെമന്റ് 7ാമൻ. റോമിലുള്ള പോപ്പിന്റെ പേരാണ് അർബൻ 6ാമൻ. ചുരുക്കി പറഞ്ഞാൽ കത്തോലിക്ക സഭ രണ്ടായിട്ട് വിഭജിച്ചു. ഒരു ഗ്രൂപ്പ് ആൾക്കാർ ആരെ ഫോളോ ചെയ്യുന്നു? റോമിനെ അംഗീകരിക്കുന്നു. ഒരു ഗ്രൂപ്പ് ആൾക്കാർ ആരുടെ കൂടെ നിൽക്കുന്നു? അവിഗ്നോണിലുള്ള പോപ്പിനെ അംഗീകരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയട്ടെ. അവിഗ്നോണിലുള്ള പോപ്പിന്റെ പേര് ക്ലെമന്റ് 7ാമൻ. റോമിലുള്ള പോപ്പിന്റെ പേര് കർദിനാൾ അർബൻ 6ാമൻ. ഓക്കെ, ക്ലിയർ ആയോ? ഹലോ, പറഞ്ഞേ. ക്ലിയർ ആയി. തെറ്റിക്കത്തില്ലല്ലോ. അർബൻ 6ാമൻ എവിടുത്തെ പോപ്പ? റോമില്. അവിഗ്നോണിലെ പോപ്പാരാ? ക്ലെമന്റ് 7ാമൻ. അപ്പൊ 2 പോപ്പുമാരാ ഇപ്പൊ. ഒരാൾ റോമിലും ഒരാള് എവിടാ? അവിഗ്നോണിലും.
ഇത് നിമിത്തം സഭയ്ക്കകത്ത് വലിയ പ്രയാസങ്ങളായി. ജനങ്ങള് ആകെ ബുദ്ധിമുട്ടി. ജനങ്ങൾക്കാണല്ലോ ബുദ്ധിമുട്ട്. പണം രണ്ടായിട്ട് വിഭജിക്കുവാൻ തുടങ്ങി. ഒരു കൂട്ടം ജനങ്ങള് റോമിലെ പോപ്പിനെ സപ്പോർട്ട് ചെയ്തു, ഒരു കൂട്ടം ജനങ്ങള് അവിഗ്നോണിലെ പോപ്പിനെ സപ്പോർട്ട് ചെയ്തു. ഇങ്ങനെ അങ്ങോട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. ദീർഘവർഷങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ ആരുടെ അധികാരമാണ് ശരിയായിട്ടുള്ള അധികാരം? അവിഗ്നോണിലെ പോപ്പാണോ റോമിലെ പോപ്പാണോ? ആരാണ് യഥാർത്ഥ പോപ്പ് എന്ന ചോദ്യം വളരെ ശക്തമായിട്ടുണ്ടായിക്കൊണ്ടിരുന്നു. ഇങ്ങനെ ദീർഘവർഷങ്ങൾ ഉണ്ടായി. എന്നാൽ 1409 നിർത്താൻ പോവാ സമയമായി. 1409 പിസ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ചൊരു കൗൺസിൽ നടന്നു. പിസ എന്ന് കണ്ടില്ലേ? PIS പിസ. 1409 പിസ എന്ന സ്ഥലത്ത് വെച്ച് ഒരു കൗൺസിൽ കൂടി. ആ കൗൺസിലില് അലക്സാണ്ടർ അഞ്ചാമനെ ഒരു പുതിയ പോപ്പായി നിയമിക്കുകയും അദ്ദേഹം റോമിൽ ആസ്ഥാനമാക്കി കത്തോലിക്ക സഭയെ ഭരിക്കുവാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ വിവിധ കൗൺസിലുകൾ നടക്കുകയും പഴയതുപോലെ കത്തോലിക്ക സഭയുടെ ആസ്ഥാനം റോമിൽ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഇതിനെയാണ് എന്ത് പറയുന്നത്? ദ ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി ഓഫ് ദി ചർച്ച് എന്ന് പറയുന്നത്. ഇങ്ങനെ അലക്സാണ്ടർ അഞ്ചാമന്റെ കാലഘട്ടത്തോടുകൂടി സഭയ്ക്കകത്തിലുണ്ടായ ഭിന്നതയ്ക്ക് പരിഹാരം ഉണ്ടാകുകയും സഭ മടങ്ങി വരികയും ചെയ്തു. ഇതാണ് 4 കാരണങ്ങൾ, അല്ലെങ്കിൽ റെഫോർമേഷന് മുൻപുണ്ടായിരുന്ന 4 സംഘടനകൾ. ഓർമ്മയുണ്ടല്ലോ? കത്തോലിക്ക സഭയില് ഉണർവുണ്ടാക്കുകയും അദ്ദേഹം റോമിലേക്ക് സഭയുടെ ആസ്ഥാനം കൊണ്ടുവരികയും ചെയ്തു. റോമിലേക്ക് സഭയുടെ ആസ്ഥാനം കൊണ്ടുവരികയും ചെയ്തു. അപ്പം ഓർക്കുക, മാർട്ടിൻ ലൂതർ റെഫോർമേഷൻ കൊണ്ടുവരുന്നതിന് മുൻപ് സഭയിൽ, അല്ലെങ്കിൽ അതിന് മുൻപായിട്ട് 4 പ്രത്യേക മൂവ്മെന്റ്സുകൾ ഉണ്ടായി, സംഘടനകൾ ഉണ്ടായി. ഒന്നാമത്തെ എന്തായിരുന്നു? മാർട്ടിൻ ലൂതർ നവീകരണം ആരംഭിക്കുന്നതിന് മുന്നമേ 4 സംഘടനകൾ ഉടലെടുത്തു. അവയുടെ പേര് പറയാനാ പറഞ്ഞത്. ഒന്നെന്തായിരുന്നു? മെഡീവൽ മിസ്റ്റിസം അല്ലേ? മെഡീവൽ മിസ്റ്റിസം. രണ്ടാമത്തെ എന്തായിരുന്നു? ലോലാർഡ്സ് മൂവ്മെന്റ്. മൂന്നാമത്തെ എന്തായിരുന്നു? ബൊഹീമിയൻ മൂവ്മെന്റ്. നാലാമത്തെ എന്തായിരുന്നു? കൺസിലിയർ മൂവ്മെന്റ്. കൺസിലിയർ മൂവ്മെന്റ്, അല്ലെങ്കിൽ അനുരഞ്ജന പ്രസ്ഥാനങ്ങൾ. എന്ന് പറഞ്ഞാൽ അനുരഞ്ജന പ്രസ്ഥാനം ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി ഓഫ് ദി ചർച്ച്, അതായത് സഭയുടെ ആസ്ഥാനം എവിടുന്ന് ഇവിടെ കൊണ്ടുപോയി? റോമിൽ നിന്നും ഫ്രഞ്ചിലേക്ക് കൊണ്ടുപോയി, അഥവാ അവിഗ്നോണിലേക്ക് കൊണ്ടുപോയി. അത് കത്തോലിക്ക സഭയിൽ വലിയ ഭിന്നത ഉളവാക്കി. അതിന് മാറ്റം വരുത്തിയ ആരാണ്? അലക്സാണ്ടർ അഞ്ചാമൻ. ഇത്രയാണ് നമുക്ക് ഇത് പഠിക്കാനുള്ളത്. ദൈവം അനുവദിച്ചാൽ ഞായറാഴ്ച വൈകിട്ട് ബാക്കി കാര്യങ്ങൾ പഠിക്കാം. ഇവിടെ കൊണ്ട് നിർത്താം. ഇപ്പൊ തന്നെ ഒരുപാട് സമയം മുൻപോട്ട് പോകാൻ എനിക്കറിയാം.